ഓം നമ പ്രണവാർത്ഥായ ശുദ്ധജ്ഞാനൈകമൂർത്തയേ നിർമ്മലായ പ്രശാന്തായ ദക്ഷിണാമൂർത്തയേ നമഃ. യോഗീന്ദ്രാണം ത്വദംഗേഷ്വധികസുമധുരം മുക്തിഭാജാം നിവാസോ ഭക്താനാം കാമവർഷ ദ്യുതരുകിസലയം നാഥ തേ പാദമൂലം നിത്യം ചിത്തസ്ഥിതം മേ പവനപുരപതേ കൃഷ്ണ കാരുണ്യ സിന്ധോ കൃഷ്ണ കാരുണ്യ സിന്ധോ ഹൃത്വാ നിശേഷതാപാൻ പ്രതിശതു പരമാനന്ദ സന്തോഹലക്ഷ്മീം പ്രതിശതു പരമാനന്ദ സന്തോഹലക്ഷ്മീം. അജ്ഞാത്വാ തേ മഹത്വം യദിഹ നിഗദിതം വിശ്വനാഥ ക്ഷമേധാ സ്തോത്രം ചെയ്തത് സഹസ്രോത്തരമധികതരം ത്വൽ പ്രസാദായ ഭൂയാൽ ദ്വിധാ നാരായണീയം ശ്രുതിഷു ച ജനുഷാ സ്തുത്യതാ വർണ്ണനേന സ്ഫീതം ലീലാവതാരൈരിദമിഹ കുരുതാം ആയുരാരോഗ്യ സൗഖ്യം ആയുരാരോഗ്യ സൗഖ്യം ആയുരാരോഗ്യ സൗഖ്യം. എല്ലാവർക്കും മനസ്സിന് ശാന്തിയും സന്തോഷം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ അഷ്ടവക്ര ഗീതയുടെ 5 തത്വങ്ങളിലൊന്നായ സത്യം എന്ന ആ തത്വത്തിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ എല്ലാവരും അന്വേഷിക്കുന്നത് സന്തോഷമാണ്. പ്രതിശതു പരമാനന്ദ സന്തോഹലക്ഷ്മി. ഭഗവാനോട് മേൽപ്പത്തൂർ ഭട്ടതിരി പ്രാർത്ഥിക്കുകയാണ്, ഭഗവാനെ ആ പരമമായ ആനന്ദം നൽകി അനുഗ്രഹിച്ചാലും ആ പരമമായ ആനന്ദം എവിടെ കിട്ടും? അപ്പൊ സന്തോഷം എവിടെ കിട്ടും എന്നുള്ള ഓട്ടത്തിലാണ്, അന്വേഷണത്തിലാണ് ഓരോരുത്തരും. അപ്പൊ നമ്മൾ ഈ വീഡിയോ ക്ലിക്ക് ചെയ്തിരിക്കുന്നതും എന്തോ അതിൽ നിന്ന് അല്ലെ, എന്തോ ഒരു മനസ്സമാധാനമോ സന്തോഷമോ അതിൽ നിന്ന് കിട്ടും എന്നുള്ള ആലോചിച്ചിട്ടാണ് നമ്മുടെ ഓരോ യൂട്യൂബ് ക്ലിക്ക് പോലും പോകുന്നത്. അപ്പോൾ എന്താണ് സന്തോഷം എന്നുള്ളത് വ്യക്തമായി നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മളോട് ഒരാൾ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഒരു 10 കോടി രൂപ തരാം, അത് പക്ഷെ അത് കിട്ടിക്കഴിഞ്ഞ ആ നിമിഷം മുതൽ ലൈഫ് മിസറബിൾ ആവും, ഏറ്റവും ബുദ്ധിമുട്ടുകൾ ആ പണം നമ്മളിലേക്ക് കൊണ്ടുവരും, നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരും എന്ന് ഒരാൾ പറയാണ്. പക്ഷെ ആ പണം തരും എന്നൊരാൾ പറയാണെന്ന് വിചാരിക്കൂ. വേറൊരാൾ പറയാണ്, അപ്പോൾ ഓക്കെ നിങ്ങൾക്കൊരു ഓഫർ കിട്ടിക്കഴിഞ്ഞു, ഞാൻ വേറൊരു ഓഫർ തരാം, നിങ്ങൾക്കൊരു 10 ലക്ഷം രൂപ തരാം, അതിൻ്റെ കൂടെ ഇത്ര എന്താ പറയാ ദുരിതമൊന്നും അറ്റാച്ച്ഡ് ആയിരിക്കില്ല, അത് വെച്ച് നിങ്ങൾക്ക് ഉള്ളത് കൊണ്ട് വളരെ എങ്ങനെയാ കുറച്ച് ഒതുങ്ങി ജീവിക്കുക എന്നുള്ള ഒരു ഇതുണ്ടല്ലോ, ഒരു മിനിമലിസം അല്ലെങ്കിൽ ഒതുങ്ങി ജീവിക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റ് വെച്ച് അങ്ങനെ ഒരു തരത്തിൽ നിങ്ങളുടെ ജീവിതം സെറ്റപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് മതിയാവും, പക്ഷെ മനസ്സിന് ശാന്തി ഉണ്ടാവും എന്ന് പറയാണ്. ഈ 2 പേരുടെ ഡീലില് നിങ്ങൾ ഏതാ എടുക്കുക? 10 കോടി രൂപ കിട്ടും, പക്ഷെ അതിന്റെ കൂടെ ഫുൾ ദുരിതമായിരിക്കും, ദുരിതം കൊണ്ട് നിറഞ്ഞ ഒരു 10 കോടിയാണത് എന്ന് വിചാരിക്കും. അതിന് മറ്റേ ആള് പറയാണ് ഒരു 10 ലക്ഷം രൂപ തരാം നിങ്ങൾക്ക്, പക്ഷെ മറ്റേന്റെ അത്ര ദുരിതം ഉണ്ടാവില്ല, കുറച്ചൊക്കെ മനസ്സമാധാനമുള്ള ഒരു ജീവിതം നിങ്ങൾക്ക് സെറ്റപ്പ് ചെയ്യാൻ പറ്റും എന്ന് പറയാണ്. നിങ്ങൾ ഏത് ഓഫർ എടുക്കും? തീർച്ചയായും ആ 10 ലക്ഷത്തിന് ഓഫർ എടുക്കും. കാരണം മറ്റേത് 10 കോടി കിട്ടി ഫുൾ ജീവിതം ദുരിതമായിട്ട് ദുഃഖിച്ചിരിക്കാൻ ആർക്കും താല്പര്യമില്ല അല്ലേ? അപ്പൊ എന്താ അതിന്റെ അർത്ഥം? സന്തോഷമാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ നമ്മൾ പലരും വിചാരിക്കും ഒരുപാട് പണം കിട്ടിക്കഴിഞ്ഞാൽ സന്തോഷം കിട്ടുന്നത്. അപ്പൊ ഈ ഒരു എക്സാമ്പിൾ ഒന്ന് ചിന്തിച്ചു നോക്കൂട്ടാ. ഇത് ഇങ്ങനെയുള്ള പല
തരത്തിലുള്ള ഉദാഹരണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ പല ചോയ്സസും കാണാം. അതുപോലെയുള്ള നമ്മൾ എവിടേക്കാണ് കോംപ്രമൈസ് ചെയ്യുന്നത് എന്നുള്ളത്, പല കാര്യങ്ങളും നമ്മൾ കോംപ്രമൈസ് ചെയ്യുന്നുണ്ട്. മനഃശാന്തി, അതിന് കോസ്റ്റ് എന്താണ്, വില എന്താണ് കൊടുക്കുന്നത്? നമ്മുടെ മനസ്സിന്റെ ശാന്തിയാണ് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കണം, മനനം ചെയ്ത് നോക്കണം. നമ്മൾ ഈ ഓരോ ക്ലാസ്സും ഓരോ ഡിസ്കോഴ്സസും നമ്മളിവിടെ ചെയ്യുന്നത്, അഷ്ടാവക്ര ഗീത ആണ് ഇപ്പം നമ്മൾ പഠിക്കുന്നത്. അതിലൊക്കെ കേട്ട് കഴിഞ്ഞും അതങ്ങ് വിട്ടുകളയരുത്. അതിൽ ചില പോയിന്റ്സ് നിങ്ങളുടെ കൂടെ നിൽക്കും. അതിനെ ശരിക്കൊന്ന് ചിന്തിച്ച് അതിനിങ്ങനെ മനസ്സിലോട്ട് ഉരുട്ടി അതിനെപ്പറ്റി ചിന്തിച്ച് അത് നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിച്ചു നോക്കുക. അതിലെവിടെയൊക്കെ നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ പറ്റും എന്നുള്ളത് ചിന്തിച്ചു നോക്കുക. ഇതൊക്കെയാണ് മനനം. ശ്രവണം, മനനം, നിധിധ്യാസനം. ഈ 3 കാര്യങ്ങളും ഉണ്ടെങ്കിലേ നമുക്ക് കാര്യമായിട്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുള്ളൂ ഇതൊക്കെ കേട്ടിട്ട്. അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുകയാണ്, സന്തോഷം എങ്ങനെ കിട്ടും? അപ്പൊ നമ്മൾ ഒരാൾ പറയണം, നല്ലൊരു ഭാര്യനെ അല്ലെ ഭർത്താവിനെ, ഒരു പാർട്ട്ണറിനെ കിട്ടിയ, ജീവിത പങ്കാളിനെ കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ ജീവിതം സന്തോഷമായിട്ട് തീരും. അപ്പൊ ഒരാൾ ചോദിക്കുകയാണ്, ഓക്കെ, ഇങ്ങനെ ഒരാള് വരികയാണ്, ജീവിതത്തിൽ ഒരാൾ വരികയാണ്, വളരെ തീക്ഷ്ണമായ ബുദ്ധി, അയാൾക്ക് ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ബുദ്ധിമാനായിട്ടുള്ള ഒരാള്, ഏറ്റവും വലിയൊരു പണക്കാരനായിട്ടുള്ള ഒരാള്, രൂപസൗന്ദര്യം എന്ന് പറയുന്നത് അത്രയ്ക്കും ഭയങ്കര ഗംഭീരായിട്ടുള്ള രൂപസൗന്ദര്യം, അങ്ങനെ സ്വഭാവവും എല്ലാം ഒത്തിണങ്ങിയിട്ടുള്ള ഒരാള്, നമ്മളെ ഒരു പെർഫെക്റ്റ് പാർട്ട്ണർ എന്നൊക്കെ പറഞ്ഞിട്ട് മനസ്സിലൊരു സങ്കല്പം ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ള ഒരു റിലേഷൻഷിപ്പ്, അങ്ങനെ ഒരാൾ ജീവിതത്തിൽ വരികയാണെന്ന് വിചാരിക്കും. ഒരാൾ പറയാണ്, നിങ്ങൾക്ക് ഇങ്ങനെ ഒരാളെ കൊണ്ടെത്തരാം, നമ്മുടെ മുന്നിൽ ഒരു ദേവത പ്രത്യക്ഷപ്പെടുകയാണെന്ന് വിചാരിക്കും, വെറുതെ വിചാരിച്ചു നോക്കൂ. എന്നിട്ട് പറയാണ്, ഇങ്ങനെ ഒരാളെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുതരാം. ഇനിയിപ്പോ പുരുഷന്മാരാണ് ഇത് കേൾക്കുന്നത് വെച്ചാൽ, അപ്പൊ ഒരു സ്ത്രീ, രൂപസൗന്ദര്യം എല്ലാം ഒത്തിണങ്ങിയ ഒരു സ്ത്രീ, നല്ല സ്വഭാവം, ഒരുപാട് സമ്പന്നയാണ്, പിന്നെ നല്ല ബുദ്ധിയുള്ള ഒരു സ്ത്രീയാണ്, ഇങ്ങനെ എല്ലാ ഗുണങ്ങളും ഒത്തുചേർന്നിട്ടുള്ള ഒരു സ്ത്രീ. ദേവത പറയാണ്, ഇങ്ങനെ ഒരു സ്ത്രീനെ നിങ്ങൾക്ക് തരാം, നിങ്ങളുടെ ജീവിതത്തിൽ പങ്കാളിയായിട്ട് കിട്ടും. പക്ഷേ നിങ്ങൾ ആ സ്ത്രീയെയോ അല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞ പുരുഷനെയോ ജീവിത പങ്കാളിയാക്കുന്ന ആ നിമിഷം മുതൽ നിങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ സമാധാനവും നഷ്ടപ്പെടും. പക്ഷെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരാൾ ഉണ്ടാവും ജീവിതത്തിൽ, നിങ്ങൾ എടുക്കുവോ? ഒരിക്കലും ഇല്ല. വേറൊരാൾ പറയാണ്, ഓക്കെ, വലിയ ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള എക്സ്ട്രാordinary ആയിട്ടുള്ള ഇന്റലിജൻസ് ഒന്നുമില്ല, ബുദ്ധി അത്ര ഭയങ്കര തീക്ഷ്ണമായിട്ടുള്ള ബുദ്ധിയൊന്നുമില്ല, അത്ര ഭയങ്കര രൂപസൗന്ദര്യമൊന്നുമില്ല, അത്ര വലിയ സമ്പന്നതയൊന്നുമില്ല, പക്ഷെ ഏകദേശം ഒക്കെ ഒരു സാധാരണ ഒരു മനുഷ്യന്റെ ഒരു ബുദ്ധിയും പിന്നെ വലിയ കുഴപ്പമില്ല, തരക്കേടില്ലാത്ത കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു രൂപസൗന്ദര്യവും ഇതൊക്കെ ഉള്ള ഒരാളുണ്ട്. പക്ഷെ അയാളെ കല്യാണം കഴിച്ചാൽ, അല്ലെങ്കിൽ ആ സ്ത്രീനെ കല്യാണം കഴിച്ചാൽ, അല്ലെങ്കിൽ പാർട്ട്ണറായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാവും. പക്ഷെ ഈ പറഞ്ഞ ഇത്രയും ഭയങ്കരമായ ഒരു എക്സ്ട്രാordinary ലൈഫ്, അങ്ങനെയുള്ള ഒരു പാർട്ട്ണർഷിപ്പ് ഒന്നും ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ ഏതാ എടുക്കുക? ഇത് ഉറപ്പായിട്ടും സമാധാനം എവിടെയാ കിട്ടുന്നതെന്ന് വെച്ചാൽ നമ്മൾ എന്തായാലും അതാ ചൂസ് ചെയ്യുക. അപ്പൊ ആലോചിച്ച് നോക്കൂ, സന്തോഷം കിടക്കുന്നത് സൗന്ദര്യത്തിലാണോ? സന്തോഷം കിടക്കുന്നത് പണത്തിലാണോ? സന്തോഷം കിടക്കുന്നത് എന്താ പറയാ, കൂടുള്ള ആളുടെ അടുത്താണോ? ഒന്നുമല്ല. ജോലിയിലാണോ? അത്രയും ഗംഭീരായിട്ടുള്ള ഒരു ജോലി, അത്രയും വലിയ സാലറി കിട്ടുന്ന ഒരു ജോലി, പക്ഷെ അത് കിട്ടിക്കഴിഞ്ഞാൽ അപ്പൊ നിങ്ങളുടെ സമാധാനം പോകുമെന്നാണെങ്കിൽ നിങ്ങൾ ആ ജോലി എടുക്കുവോ? ഇല്ല. അതിന് വലിയ സമാധാനം പോവാത്ത ജോലിയാണ്, അതായിരിക്കും എടുക്കുക, അല്ലെ? അതാണ് ബുദ്ധിയുള്ള ആളുകൾ, നമ്മളൊരു കോമൺ സെൻസ് ഉള്ള ആൾക്കാരാണ് കേട്ടോ പറയുന്നത്. ഒരുപാട് മണ്ടത്തരങ്ങളായിട്ടുള്ള ചോയ്സസ് എടുക്കുന്ന ആൾക്കാരും ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. അപ്പൊ എന്തിനാണ് ഇത് പറയുന്നത്? ചിന്തിച്ചു നോക്കാൻ, എവിടെയാണ് സന്തോഷം കിടക്കുന്നത്? നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കുന്ന, ഭഗവാനെ സന്തോഷം ഉണ്ടാവണം. എല്ലാവരും ഈ ലോകത്തിൽ 8 ബില്യൺ ആളുകളും തേടുന്ന ഒരേ ഒരു സാധനമാണ് സന്തോഷം. അതെവിടെയൊക്കെയാ തേടുന്നത്? ചിലര് ബാറിൽ പോയിട്ട് മദ്യത്തിലൂടെ സന്തോഷം കിട്ടുമെന്ന് നോക്കും. ചിലര് ഇതുപോലെ യൂട്യൂബ് വീഡിയോസ് കണ്ട്, ആത്മവിചാരത്തിന്റെ വീഡിയോസ് കണ്ട് അങ്ങനെ ഭഗവാനെ കുറിച്ച് കേൾക്കണം, അതില് സന്തോഷം കിട്ടുമെന്ന് നോക്കും. ചിലര് എന്താ പറയാ, ഡ്രഗ്സ് അങ്ങനെയുള്ള ഇതില് സന്തോഷം കിട്ടുമെന്ന് നോക്കും. ചിലര് പണം കൊണ്ട് എന്തൊക്കെ വാങ്ങിച്ചിട്ട് അതിൽ സന്തോഷം കിട്ടാൻ നോക്കും. വലിയ വീട്, അങ്ങനെയുള്ള എല്ലാ സുഖ സൗകര്യങ്ങളും ആഡംബരങ്ങളിൽ സന്തോഷം കണ്ടെത്താൻ നോക്കും. പക്ഷെ ഇതിലെല്ലാം കോമൺ ആയിട്ടുള്ള വാക്ക് എന്താ? സന്തോഷം.
അപ്പൊ ഈ സന്തോഷം എവിടെ കിട്ടും എന്നുള്ളത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ യോഗവാസിഷ്ടത്തിൽ എന്താ പറയുന്നതെന്ന് അറിയോ ഇതിന്? ഈ തേടലിന്, സീക്കിങ്ങിന്, അന്വേഷണത്തിന് ഇതൊരു രോഗമാണ്. ഈ രോഗത്തിന് ഒരൊറ്റ ഔഷധം പറയുന്നത് വിചാരോഹി മഹൌഷധം എന്നാണ് പറയുന്നത്. വിചാരം, ആത്മവിചാരം ചെയ്ത് നിങ്ങളുടെ സ്വരൂപത്തിന് അറിഞ്ഞു കഴിയലാണ്. അതാണ് ഈ രോഗത്തിനുള്ള ഏറ്റവും നല്ല മരുന്നതാണെന്ന്. അപ്പൊ നമ്മൾ അഷ്ടവക്ര ഗീതയിൽ ക്ഷമ, ആർജവ, ദയ, തോഷ, സത്യം, പീയൂഷവത് ഭജ എന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ പ്രിൻസിപ്പിൾസ് ക്ഷമ, ആർജവം, ഈ രണ്ട് തത്വങ്ങളെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തു. പല തരത്തിൽ അതിനെ എന്താ പറയുക, സർജറി ചെയ്ത് അതിൻ്റെ ഒരുവിധം എല്ലാ വശങ്ങളും നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞു. എങ്ങനെ അത് നമ്മുടെ ജീവിതത്തിൽ അതിൻ്റെ ഏറ്റവും നല്ല ആ എസൻസ്, നമ്മൾ തേനെടുക്കുന്നത് പോലെ അതിൽ നിന്ന്, അത്ര എളുപ്പമൊന്നുമല്ല തേനെടുക്കാൻ, കുറച്ച് പ്രയാസമുണ്ട്. അങ്ങനെ എല്ലാ വഴികളിലൂടെയും പോയി അതിൻ്റെ എസൻസ് എടുത്ത്, അതിൻ്റെ എന്താ പറയാ, സത്ത് എടുത്തിട്ട് നമ്മൾ ചർച്ച ചെയ്തു. അത് എങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പറ്റും, അതെങ്ങനെ, അതിന് നമ്മുടെ ജീവിതത്തിൽ അതിനുള്ള പ്രാധാന്യം എന്താണ്, ഈ തത്വങ്ങളുടെ ഒക്കെ നമ്മൾ ചർച്ച ചെയ്തു. ഇനിയുള്ളത് നമ്മൾ ദയ, ദോഷം, സത്യം, ഈ 3 തത്വങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കണം. നമ്മൾ ശരിക്കും മനസ്സിലാക്കി വെക്കണം. അഷ്ടാവക്ര ഗീത പറയുന്നത് ഈ 5 തത്വങ്ങളിൽ ഒരു തത്വം നിങ്ങൾ ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളിനി ഒന്നും മനസ്സിലാക്കാനില്ല, നിങ്ങൾക്ക് മോക്ഷം ഉറപ്പാണ് എന്നാണ്. അപ്പൊ ആ ഒരൊറ്റ തത്വം ഏതായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ പറയും സത്യം എന്നുള്ള ആ തത്വമാണ് നമ്മളെ അതിലേക്ക് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഔഷധം എന്ന് പറയുന്നത് അതാണെന്ന് തോന്നുന്നു. ആ സത്യത്തിലേക്ക്, എന്താണ് സത്യം, അല്ലെങ്കിൽ സത്യത്തിലേക്ക് എങ്ങനെ നമ്മൾക്ക് ആ ഒരു സത്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ, സത്യത്തിൻ്റെ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ, അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ നമ്മൾക്കിത് മനസ്സിലാക്കാം, എന്നിട്ട് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി നോക്കാം ഈ തത്വങ്ങൾ എന്നുള്ളത് നോക്കാം. അപ്പൊ സത്യം പീയൂഷവത് ഭജ, ഇത് അമൃതം പോലെ കുടിക്കാനാണ് പറയുന്നത്. ഈ തത്വങ്ങൾ ക്ഷമ, ആർജവ, ദയ, തോഷ, സത്യം. അപ്പൊ ഇതിൽ സത്യം എന്നുള്ള ആ ഓരോരുത്തരോടും നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കൂ, നിങ്ങൾ ഇതിൽ ഏത് പ്രിൻസിപ്പിൾ, ഏത് തത്വം എടുക്കും? ക്ഷമയാണോ, ആർജവമാണോ, അല്ലെങ്കിൽ ദയാണോ, ദോഷം എന്ന് പറഞ്ഞാൽ തൃപ്തി എന്നുള്ള ആ ഒരു തത്വമാണോ, അല്ലെങ്കിൽ സത്യം എന്നുള്ള തത്വമാണോ? നിങ്ങൾ ഏത് ചൂസ് ചെയ്യും എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. ഇത് മുഴുവൻ കേട്ട് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ആദ്യത്തെ നമ്മളെ ഇതിൽ ബാക്കി 2 തത്വങ്ങളെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് വേണമെങ്കിൽ കേട്ടു നോക്കും. ഇത് കേൾക്കാത്ത ആൾക്കാരാണെങ്കിൽ അത് ആദ്യം കേട്ടു നോക്കൂ കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി നന്നായി മനസ്സിലാവും എന്തിനെ പറ്റിയാ പറയുന്നത്. അപ്പോൾ ആ ക്ഷമ, ആർജവം, ഈ 2 തത്വങ്ങളുടെ പല മുഖങ്ങളെ കുറിച്ച് നമ്മൾ കണ്ടു. ദയ, ദോഷം, സത്യം. അപ്പൊ ദയയും ദോഷവും ഞാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. സത്യത്തിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ട് ദയയും ദോഷം ആ 2 തത്വങ്ങളെ കുറിച്ച് പറയുമ്പോൾ കുറച്ചും കൂടി നന്നായി മനസ്സിലാവും. അപ്പൊ എല്ലാറ്റിനെയും നമ്മൾ ഒരു രോഗം നമുക്ക് വരുമ്പോൾ നമ്മൾ അതിൻ്റെ റൂട്ടിൽ പോയിട്ട് വേണം ചികിത്സിക്കാൻ, അല്ലേ? അതിൻ്റെ സിംറ്റംസ്, അതിൻ്റെ എന്താ പറയുക, ഒരു നമുക്കൊരു കഫക്കെട്ടും ഇതൊക്കെ വന്നു, അതിൻ്റെ എക്സ്പ്രഷൻ എന്താണ്? തുമ്മലും ചുമയും തലവേദന, ഇങ്ങനെയുള്ള അതിൻ്റെതായ സിംറ്റംസ് എല്ലാം നമ്മൾ ശരീരം കാണിക്കാൻ തുടങ്ങി. അപ്പൊ നമ്മൾ തലവേദനയ്ക്കുള്ള മരുന്ന് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നിട്ട് ഈ അസുഖം മാറുമോ? ഇതിന്റെ റൂട്ട് എന്താണ്? ഈ കഫക്കെട്ട്. അപ്പൊ അത് മാറാനുള്ളതാണ് നമ്മൾ മരുന്ന് ശരിക്കും കഴിക്കേണ്ടത്. ചിലപ്പോൾ ആന്റിബയോട്ടിക് ആയിരിക്കും, അലോപ്പതി ആണെങ്കിൽ, ആയുർവേദത്തിലാണെങ്കിൽ അതിനുള്ള മരുന്നുകളുണ്ട് അപ്പൊ കഫക്കെട്ട് മാറ്റാനുള്ള. അപ്പൊ ഇതെന്താ പറഞ്ഞു വരുന്നത്? അപ്പൊ നമ്മൾ രോഗത്തിന്റെ റൂട്ടിൽ പോയിട്ട് അതിന്റെ വേരിൽ പോയിട്ട് വേണം ചികിത്സ ചെയ്യാൻ. അതാണ് പറയുന്നത്. യോഗവാസിഷ്ഠം എന്താ പറയുന്നത്? ഇതൊരു രോഗമാണ് മക്കളെ, നിങ്ങളൊക്കെ രോഗികളാണ്. എന്താണ് രോഗം എന്നറിയോ? നമ്മൾ ഈ ശരീരം മാത്രമാണ് എന്ന് വിചാരിച്ചിട്ടുള്ള ജീവിതം, അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ സമൂഹം, നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. നമ്മളൊക്കെ എന്താണ് ചെയ്യുന്നത്? ഒരു ആട്ടിൻ പറ്റങ്ങൾ ഇങ്ങനെ പോകൂലേ, ഒരു ഇത് തെളിക്കുന്ന ആളുടെ കൂടെ, അതുപോലെ നമ്മൾ ഇങ്ങനെ പോകണം. ഒരിക്കലും നിർത്തിയിട്ടൊന്നും ചിന്തിക്കുന്നില്ല, എന്താണിത് ജീവിതം, ഇതെന്താ, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്, ഇവിടെ എന്താ പെർമനന്റ് ആയിട്ടുള്ള നിത്യ അനിത്യ വിവേകം.
ഇതൊക്കെ ചിന്തിച്ച് നോക്കി നമ്മൾ ജീവിതത്തിനെ കുറിച്ച് ഒരു 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 അവലോകനം നമ്മൾ തന്നെ ഒരിക്കലും നടത്താതെ നമ്മളിങ്ങനെ ആട്ടും പറ്റും ഇങ്ങനെ ഇയാളുടെ കൂടെ ഇങ്ങനെ പോകുന്ന പോലെ, അതിനെ തെളിക്കുന്ന ആളുടെ കൂടെ ഇങ്ങനെ ഇടയൻ്റെ കൂടെ പോകുന്നത് പോലെ നമ്മളിങ്ങനെ പോയിട്ട് കാര്യമായിട്ട് സന്തോഷമൊന്നും നമുക്ക് കിട്ടില്ല. നമ്മൾ വിചാരിക്കും എവിടെയൊക്കെയോ സന്തോഷമുണ്ട്. നമ്മൾ വിചാരിക്കും ജീവിതത്തിൽ പല പല വേഷങ്ങൾ കളിക്കും. ആദ്യം നമ്മളെവിടെയൊക്കെ വേഷം, ആദ്യം ഒരു വിദ്യാർത്ഥിയുടെ വേഷം കളിച്ചു നോക്കി, പിന്നെ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ചിലപ്പോൾ അധ്യാപികയുടെ വേഷം കളിച്ചു നോക്കി, അത് കഴിഞ്ഞിട്ട് അത് ആ ജീവിതത്തിൻ്റെ ബാക്കിയുള്ള ഗൃഹസ്ഥാശ്രമത്തിൻ്റെ ഭാഗങ്ങളായിട്ടുള്ള വിവാഹം, പിന്നെ പാരൻറ്ഹുഡ്, അമ്മയായിട്ടും അച്ഛനായിട്ടുള്ള വേഷങ്ങളും, പിന്നെ അമ്മൂമ്മയായിട്ടും മുത്തശ്ശനായിട്ടുള്ള വേഷങ്ങളും എല്ലാം നമ്മളിങ്ങനെ കളിച്ചുകൊണ്ടിരുന്നു. ശരിക്കും ചിന്തിച്ചു നോക്കൂ, ഈ വേഷങ്ങൾ ഏതെങ്കിലും നമ്മളെ പൂർണ്ണമായിട്ടുള്ള ഒരു സംതൃപ്തിയിലേക്കോ സന്തോഷത്തിലേക്കോ നയിച്ചിട്ടുണ്ടോ? ഉണ്ട് എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഇനി ഇതൊന്നും കാണേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇല്ല എന്നുള്ളതാണ് സത്യം. ഈ ഒരു പൂർണ്ണത, സന്തോഷം, ഇനി എനിക്കൊന്നും നേടാനില്ല എന്നുള്ള ആ ഒരു ഒരു കൈവല്യ അനുഭൂതി എന്ന് പറയുന്ന ആ സന്തോഷം, പൂർണ്ണമായ ഒരു സന്തോഷം, അതാണ് അത് ആണ് എല്ലാവരും തേടിക്കൊണ്ടിരിക്കുന്നത്. അത് കിട്ടിയോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അത് കിട്ടിയിട്ടില്ല. അത് കിട്ടാത്തതിന്റെ കാരണം പറഞ്ഞു, നിങ്ങളൊരു രോഗത്തിലാണ്. രോഗം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ശരീരമാണ്. കാരണം എന്താ, നമ്മൾ അതാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ആലോചിച്ച് നോക്കൂ, ഞാനിങ്ങനെ ആലോചിച്ച് നോക്കിയിട്ട് നമ്മളിപ്പോൾ ചെറുപ്പം മുതൽ തന്നെ സ്കൂളിൽ പഠിപ്പിക്കുകയാണ്, നിങ്ങൾ ഈ ശരീരമല്ല, നിങ്ങൾ ഈ ശരീരത്തിന് നോക്കിക്കൊണ്ടിരിക്കുന്ന സാക്ഷിയാണ്. നിങ്ങളുടെ ഈ ജീവിതം നോക്കിക്കൊണ്ടിരിക്കുന്ന രൂപമില്ലാത്ത ഒരു ബോധസ്വരൂപമാണ് നിങ്ങൾ എന്ന് നമ്മളെ സ്കൂളിൽ വളരെ ചെറുപ്പത്തിൽ തന്നെ പഠിപ്പിച്ചു എന്ന് വിചാരിക്കും. നമ്മൾ ഇത്രയും ദുഃഖത്തിലും ഇതിലൊന്നും വലയേണ്ടി വരില്ല. കാരണം ചെറുപ്പത്തിൽ തന്നെ നമുക്ക് സ്വരൂപജ്ഞാനത്തോടു കൂടിയാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പൊ എന്തുകൊണ്ട് ഇത്രയും ബുദ്ധിമുട്ടുകൾ വന്നു എന്ന് ചോദിച്ചാൽ നമ്മുടെ വിദ്യാഭ്യാസ രംഗമൊന്നും എവിടെയും നമ്മൾ ഈ ഒരു തലത്തിൽ നമ്മളെ ഭാരതത്തിന്റെ സംസ്കാരത്തിനനുസരിച്ച്, ആത്മീയ സംസ്കാരത്തിനനുസരിച്ചുള്ള ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം ഇന്നുണ്ടോ? ഇല്ല. പണ്ടൊക്കെ ഗുരുകുലത്തിലൊക്കെ ഒരുപക്ഷെ ഇതൊക്കെ ആദ്യം തന്നെ പഠിപ്പിച്ചിട്ടുണ്ടാവണം. നമ്മുടെ നമ്മുടെ ഒരു ഭാരത സംസ്കാരത്തിന്റെ ഒരു പിന്നെ തലം വെച്ച് നോക്കുമ്പോൾ ആത്മീയത എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട, അതാണ് അതിന്റെ അടിസ്ഥാനം. എന്തുകൊണ്ടാണ് ഭാരതത്തിനെ ഇത്രയധികം ബഹുമാനിക്കുന്നത് ലോകത്തിലുള്ള മറ്റു രാഷ്ട്രങ്ങളൊക്കെ? ആത്മീയത, അതാണ് നമ്മുടെ മുഖമുദ്ര എന്ന് പറയുന്നത്. അതില്ല നമ്മുടെ വിദ്യാഭ്യാസത്തിൽ. ഇപ്പൊ എന്തൊരു കഷ്ടമെന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ അത് നമ്മളാണ് ശരിക്കും ഭാരതത്തിലുള്ള കുട്ടികളെങ്കിലും അതോടുകൂടി വളരണ്ടേ. കാരണം നമ്മളാണ് ആത്മീയതയുടെ ഒരു ഒരു കൊടി പിടിച്ച് നടക്കുന്ന ആൾക്കാർ, ഒരു ലീഡ് ചെയ്യുന്ന. ഞാൻ കേട്ടിട്ടുണ്ട് ഇവിടെ അമേരിക്കയിലൊക്കെ എൻ്റെ കൂടെ ജോലി ചെയ്യുന്നത്, ഞാൻ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ജോലി ചെയ്യുന്ന അവരൊക്കെ പറയും, കുറച്ചൊരു സ്പിരിച്വൽ ആയിട്ടുള്ള ആൾക്കാരൊക്കെ പറയും, എൻ്റെ ഡ്രീം എന്ന് പറയുന്നത് ഭാരതത്തിൽ, ഇന്ത്യയിൽ വരിക, എന്നിട്ട് അവിടെയുള്ള ആത്മീയത എന്താണെന്ന് അറിയുക. എന്താണ് ഇന്ത്യ ഇത്രയും പോപ്പുലറായി? ഋഷികേശ് അങ്ങനെയുള്ള നോർത്തിലാണ് ആൾക്കാർ, അവിടെയുള്ള സ്ഥലങ്ങളാണ് കൂടുതൽ ഇവിടെയുള്ള വെസ്റ്റേണേഴ്സിനൊക്കെ അറിയാം. അപ്പൊ എങ്ങനെയാണ് ഇത് ഇത്രയും പോപ്പുലർ ആയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആത്മീയതയാണ്. അപ്പൊ ഈ നമ്മുടെ കറൻസി എന്ന് പറയുന്നത് ആത്മീയതയാണ് ശരിക്കും ഭാരതത്തിന്റെ. പക്ഷെ അത് നമ്മുടെ മക്കൾക്ക്, കുട്ടികൾക്ക് അവിടെ ഭാരതത്തിൽ കിട്ടുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് നമ്മളെ ഏറ്റവും വലിയ ദുരിതത്തിലേക്ക് കൊണ്ടുവന്ന സാധനം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ചെറുപ്പം മുതൽ നമ്മൾക്കതൊക്കെ പഠിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായും ഇത്രയൊന്നും വലയേണ്ടി വരില്ല. പക്ഷെ ഇതും ഈ സ്വപ്നത്തിന്റെ ഒരു ഭാഗമാണ്. നമ്മളെ ഈ മായയിലേക്ക് വലിച്ചഴച്ചിട്ട് നമ്മൾ ഈ മായയുടെ ദുഃഖങ്ങളുടെ ഓരോ തലങ്ങളും അനുഭവിച്ചിട്ട്, അത് ധനത്തിൻ്റെ ആ ഒരു സാമ്പത്തികമായിട്ടുള്ള തലത്തിലുള്ള ആവാം, ബന്ധങ്ങളുടെ തലത്തിലാവാം, ഏതൊക്കെ തലത്തിലാവാം, ലോസ്, നഷ്ടപ്പെടും, പ്രിയപ്പെട്ട ആളുകളുടെ ഇഷ്ടവിയോഗം. ബുദ്ധൻ ചോദിക്കുന്നുണ്ട്, ഇഷ്ടവിയോഗവും ഇതും എന്താ പറയുക, ഇവിടെ നഷ്ടപ്പെടലും ദുഃഖവും വാർദ്ധക്യവും ഇതൊന്നും ഇല്ലെങ്കിൽ ഇവിടുന്ന് ആരാ പോവുക? ഇവിടെ ജീവിക്കാൻ എല്ലാവരും ഇഷ്ടപ്പെടില്ലേ? പക്ഷെ ഇത് ജീവിതത്തിൻ്റെ ഒരു യാഥാർത്ഥ്യമാണ്. അപ്പം ഇങ്ങനെയുള്ള ദുഃഖങ്ങൾ നമ്മൾ അനുഭവിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ കൂടുതൽ ജീവിതത്തിനെ കുറിച്ച് ചിന്തിക്കുന്നു. അപ്പോൾ ദുഃഖങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ അനുഭവിച്ച് കുറച്ചൊരു
പക്വത മനസ്സിന് വരുമ്പോഴാണ് എന്താണ് സത്യം എന്ന്, ഇതിനേക്കാളും കുറച്ചും കൂടെ എന്തോ ഉണ്ട്, ഐ ആം മിസ്സിങ് സംതിങ്, എന്തോ ഒന്ന് ഞാൻ മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ് ആത്മീയതയുടെ ഒരു വാതിൽക്കലെത്തുന്നത് ആളുകൾ. പക്ഷെ പലരും മിസ്ലീഡ് ചെയ്തിട്ട് പല സ്ഥലങ്ങളിലേക്കും പോകുന്നു. പല പാതകളുണ്ട്, അത് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാം. പല വഴികളുണ്ട് സത്യത്തിലേക്ക് എത്താൻ. ചിലത് കുറച്ച് വളഞ്ഞ വഴിയാണ്, ചിലത് ഡയറക്റ്റാണ്. പിന്നെ നമ്മളുടെ ഒരു ടെമ്പർമെൻറ്റ്, നമ്മൾക്ക് എന്താണ് എടുക്കാൻ പറ്റുക, അതിനനുസരിച്ചുള്ള വഴികളാണ് നമുക്ക് വരിക. എന്തായാലും നമ്മൾ ആ മാർഗത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവേണ്ട കുറച്ച് ക്വാളിറ്റീസ് ആണ് പറയുന്നത് ഇപ്പോൾ ഈ തത്വങ്ങൾ: ക്ഷമ, ആർജവ, ദയ, ദോഷ, സത്യം. അപ്പൊ സത്യം എന്നുള്ളത് എന്താണ്? സത്യം നമ്മൾ നീ എത്ര മണിക്കാ ഭക്ഷണം കഴിച്ചത്? ഓ, ഞാൻ 1 മണിക്കാ ഭക്ഷണം കഴിച്ചത്. അത് ഒരുപക്ഷെ 1:15 എനിക്ക് ഉറപ്പില്ല. ഇങ്ങനെ പറയുന്നതാണോ സത്യം പറയുന്നത്? സത്യം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അല്ലെങ്കിൽ നീ ഏത് ദിവസം അവിടെ നിന്ന് ഇറങ്ങിയത്, ബാംഗ്ലൂരിൽ നിന്ന് ഇറങ്ങിയത്? ഓ, ബുധനാഴ്ച തോന്നുന്നു. ഇതൊരു മാസം കഴിഞ്ഞിട്ടായിരിക്കും സംസാരിക്കുന്നത്. ബുധനാഴ്ച തോന്നുന്നു, അല്ലെങ്കിൽ വ്യാഴാഴ്ചയോ, അല്ല ബുധനാഴ്ച. നീ കള്ളം പറയരുത്, അല്ലേ? അപ്പൊ അങ്ങനെയുള്ള ഒരു ഈ ആപേക്ഷികമായിട്ടുള്ള പല കാര്യങ്ങളും, ഇതാണോ സത്യം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഓഫ് കോഴ്സ് സത്യം എന്ന് നമ്മൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ, നമ്മളുടെ പെർസെപ്ഷനിലുള്ള കാര്യങ്ങൾ അതേപോലെ പറയുന്നതാണോ സത്യം? ഈ ശാസ്ത്രങ്ങളിലൊക്കെ സത്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സ്വരൂപം, അതാണ് സത്യം. അത് മാത്രമാണ് സത്യം. യഥാർത്ഥത്തിൽ അത് മാത്രമാണ് സത്യം. ഇതൊന്നും സത്യമല്ല. എത്ര മണിക്ക് ഇറങ്ങി എന്നുള്ളതും സത്യമല്ല. ഇതെല്ലാം ഈ ഡ്രാമയുടെ ഒരു ഭാഗമാണ്, മായയുടെ ഒരു ഭാഗമാണ്. എന്ന് വെച്ചാൽ സത്യം പറയണ്ട നല്ല അർത്ഥം. സത്യം, യഥാർത്ഥത്തിൽ സത്യം എന്നുള്ള വാക്ക് ഇവിടെ ഉദ്ദേശിക്കുന്നത് അത് അമൃതം പോലെ കുടിക്കേണ്ട കാര്യമാണ്. എന്ന് വെച്ചാൽ സ്വരൂപം എന്താണെന്ന് അറിയാം. ആ സ്വരൂപത്തിന്റെ ജ്ഞാനം, നമ്മുടെ യഥാർത്ഥ സ്വരൂപം മാത്രമാണ് സത്യം. അത് എല്ലാം അറിഞ്ഞുകൊണ്ട് നമ്മളായിരിക്കുന്നു. ഒറ്റ ചോദ്യം ചോദിക്കട്ടെ, സത്യം എന്താണെന്നുള്ളത് നമുക്കൊന്ന് വിശകലനം ചെയ്ത് നോക്കാം. ഇതൊന്നും വാക്കുകൾ കൊണ്ട് ഒരിക്കലും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നതല്ല. പക്ഷേ വാക്കുകൾ പോയിന്റേഴ്സാണ്. നമുക്ക് ആ സാധനങ്ങളിലേക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റും വാക്കുകൾ, അത്രയേ ഉള്ളൂ. എന്നാലും നമുക്ക് നോക്കാം. കഴിഞ്ഞ 3 ദിവസമായിട്ട് നിങ്ങളുടെ അനുഭവങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഒരു ഓട്ടത്തിൽ ഒരു പെട്ടെന്നൊന്ന് ചിന്തിച്ച് നോക്കൂ. കഴിഞ്ഞ 3 ദിവസം പകലായിട്ടും ജാഗ്രത അവസ്ഥയായിട്ടും സ്വപ്നാവസ്ഥയായിട്ടും രാത്രി സുഷുപ്തി അവസ്ഥയായിട്ടും ഒക്കെ നമ്മൾ അനുഭവിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് ചിന്തിച്ച് നോക്കൂ. സന്തോഷമുള്ളതും ദുഃഖമുള്ളതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ. ഇതിലൊക്കെ 5 അനുഭവങ്ങളാണ് നമുക്ക് കാണിക്കാൻ പറ്റുക. 5 തരത്തിലുള്ള അനുഭവങ്ങൾ. കുറേ ചിത്രങ്ങൾ കണ്ടു, നമ്മൾ കുറേ കാഴ്ചകൾ കണ്ടു, അല്ലേ? ചിത്രങ്ങൾ, കാഴ്ചകൾ. കണ്ണ് കുറേ കാഴ്ചകൾ അറിഞ്ഞു. കുറേ ശബ്ദങ്ങൾ കേട്ടു. കുറേ ശബ്ദങ്ങൾ ചെവി കേട്ടു. പിന്നെ കുറേ ഗന്ധങ്ങൾ അനുഭവിച്ചു, സ്പർശനം അനുഭവിച്ചു. പിന്നെയോ ശബ്ദ, സ്പർശ, രസ, രൂപ, ഗന്ധ, സ്വാദ്, പലതരത്തിലുള്ള സ്വാദുകൾ അനുഭവിച്ചു. ഈ 5 എണ്ണം അല്ലാതെ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ വേറെ എന്തോ അനുഭവിച്ചു എന്ന്? ഇതിലെല്ലാം പെടും. നമ്മൾ അനുഭവിച്ച നമ്മുടെ പ്രപഞ്ചാനുഭവങ്ങളെല്ലാം ഈ 5 എണ്ണത്തിൽ പെടും. അപ്പോൾ ഇനി ഇതിനെ നമുക്ക് ഒരു നെക്സ്റ്റ് ലെവലിൽ ഒന്ന് പോയിട്ട് വിശകലനം ചെയ്ത് നോക്കാം. ഈ അനുഭവങ്ങൾ നമുക്ക് പറയാം, ബോധമുള്ളത് കൊണ്ട് കണ്ണുകൾ കാഴ്ചകൾ കണ്ടു. നമുക്ക് പറയാം, ബോധമുള്ളത് കൊണ്ട് ചെവി ശബ്ദങ്ങൾ അറിഞ്ഞു. ബോധമുള്ളത് കൊണ്ട് മൂക്ക് ഗന്ധങ്ങൾ അനുഭവിച്ചു. ബോധമുള്ളത് കൊണ്ട് ത്വക്ക് സ്പർശനം അനുഭവങ്ങൾ അനുഭവിച്ചു, സംവേദനങ്ങൾ അനുഭവിച്ചു എന്ന് പറയാൻ വേണമെങ്കിൽ. ഇനി നാക്ക്, ബോധമുള്ളത് കൊണ്ട് നാക്ക് രുചിയൊക്കെ അനുഭവിച്ചു. ഒറ്റ ചോദ്യം ചോദിക്കട്ടെ, ബോധമില്ലെങ്കിൽ ഈ അനുഭവങ്ങൾ എന്തെങ്കിലും നമുക്ക് ഉണ്ടാവുമോ? ബോധമില്ലാത്ത ഒരാൾക്ക് കണ്ണ് കാണാൻ പറ്റുമോ? ഇല്ല. കാഴ്ചകൾ അറിയില്ല.
ബോധമില്ലാത്ത ഒരാൾക്ക് ശബ്ദം കേൾക്കാൻ പറ്റില്ല, ബോധമില്ലാത്ത ഒരാൾക്ക് ഗന്ധം അനുഭവിക്കാൻ പറ്റില്ല, ബോധമില്ലാത്ത ഒരാൾക്ക് സ്പർശന ദേഹത്തിന്റെ സംവേദനങ്ങളോ ഒന്നും അനുഭവിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് ചിലർക്കൊക്കെ നല്ല വേദന ഉണ്ടാവും ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും. ഈ വേദന അനുഭവിക്കുന്നത് എങ്ങനെ? ബോധമില്ലാണ്ട് വേദന ഉണ്ടാവും? ഇല്ല. അപ്പോ ഇങ്ങനെ 5 അനുഭവങ്ങളും രുചി അനുഭവിച്ചു. പല പല തരത്തിലുള്ള രുചികളും, മധുരവും എരിവും പുളിയും എല്ലാ തരത്തിലുള്ള രുചികളും നമ്മൾ ഈ കഴിഞ്ഞ 3 ദിവസം കൊണ്ട് നമ്മൾ അനുഭവിച്ചു എന്ന് വിചാരിക്കും. ഈ 3 ദിവസം നമുക്ക് ബോധമില്ലാണ്ട് ഏതെങ്കിലും ഒരു സമയത്ത് നമ്മൾ ഇതിൽ ഏതെങ്കിലും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടാവും? ഇല്ല. ഇനി നമുക്ക് ഇത് ജാഗ്രത അവസ്ഥയിലത്തെ അനുഭവങ്ങൾ, 5 അനുഭവങ്ങൾ. ഇനി നമുക്ക് ഇതേത് തന്നെ സ്വപ്നാവസ്ഥയിൽ കൊണ്ടുപോയി നോക്കാം. ഇതിനാണ് സ്വപ്ന നിദ്രാജ്ഞാനം. ഭാഗവതത്തിലും എല്ലാ ശാസ്ത്ര ഗ്രന്ഥങ്ങളിലും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്ക് സത്യം അറിയണമെങ്കിൽ ഒരു വഴിയാണ് പറയുന്നത്. സ്വപ്ന നിദ്രാജ്ഞാനം എന്ന് വെച്ചാൽ സ്വപ്നാവസ്ഥയിലേക്ക് എടുക്കും. നിങ്ങൾ ഈ കഴിഞ്ഞ 3 രാത്രികളിൽ എന്തെങ്കിലും ഒരു സ്വപ്നം കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ? മിക്കവരും കണ്ടിട്ടുണ്ടാവും. ആ സ്വപ്നത്തിൽ നിങ്ങൾ ഒരു കഥാപാത്രമായി മാറി. നിങ്ങളിപ്പോ യഥാർത്ഥത്തിൽ എന്താ ഉണ്ടാവുന്നത്? ഈ ബോധമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഒരു ശരീരം ആയിട്ട് നമ്മൾ അവിടെ കിടക്കുന്നു എന്ന് സങ്കല്പിക്കുന്നു. അതേ സമയത്ത് തന്നെ വേറെ ശരീരം, അത് ടാഞ്ചിബിൾ അല്ല, തൊടാൻ പറ്റില്ല. പക്ഷെ നമുക്കറിയാം ആ അനുഭവിക്കുന്ന സമയത്ത് സ്വപ്നത്തില് ഒരു പാമ്പ് കടിക്കാൻ വന്നു എന്ന് വിചാരിക്കൂ. ആ പേടിച്ച് ഓടുന്നതും ആ വികാരങ്ങളും, ഭയം, അതേപോലെ തന്നെ ഓടുമ്പോൾ ആ നമ്മൾ കല്ലിലൂടെയൊക്കെ ഓടുന്നുണ്ടാവും, അപ്പൊ വേദനിക്കുന്നതും ഇതെല്ലാം നമ്മൾ അറിയുന്നില്ലേ? അപ്പോ എന്താ അതിന്റെ അർത്ഥം? കണ്ണ് വർക്ക് ചെയ്യുന്നൊന്നുമില്ല അല്ലെ? നമ്മള് സ്വപ്നത്തിൽ നമ്മൾ കണ്ണടച്ച് കിടക്കാണ്, ശരീരത്തിന് കണ്ണടച്ച് കിടക്കാണ്, എന്നാലും കാഴ്ചകൾ നമ്മൾ അറിയുന്നു. സ്വപ്നത്തിൽ നമ്മൾ ശബ്ദങ്ങൾ കേൾക്കുന്നു, നമ്മളെ പേര് വിളിക്കുന്നൊക്കെ കേൾക്കാം അല്ലേ? അപ്പോ ശബ്ദം അറിയുന്നു. നമുക്ക് ഗന്ധം, ചില സമയത്ത് നമ്മൾ നല്ല ചന്ദനത്തിരിയുടെ ഒക്കെ ഗന്ധം നമുക്ക് വരും. ഇങ്ങനെ ഗന്ധം അറിയാൻ പറ്റും. പിന്നെ സംവേദനങ്ങൾ നമ്മൾ പലതും അനുഭവിക്കുന്നു. ചിലപ്പം ഓടിയിട്ട് നമ്മൾ ഉറക്കത്തിൽ നിണിക്കുമ്പോൾ ശരീരത്തിൽ വേർപ്പുണ്ടാവും അല്ലേ? അപ്പൊ ഇതൊക്കെ എന്താണ് കാണിക്കുന്നത്? നമ്മൾ സ്വപ്നത്തിൽ അനുഭവിക്കുന്ന വികാരങ്ങൾ നമ്മുടെ ബോഡിയിൽ അപ്പൊ തന്നെ അത് എക്സ്പ്രസ് ചെയ്യുന്നു. ഇപ്പൊ വേറെ പലതരത്തിലും നമുക്ക് ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാവും. അപ്പോ ഇങ്ങനെ എല്ലാ തരത്തിലുള്ള അനുഭവങ്ങളും സ്വപ്നത്തിലും നമുക്ക് ഉണ്ടാവുന്നു. നല്ല ഒരു പായസം കുടിക്കുന്നതായിട്ട് സ്വപ്നം കാണുന്നു, നമ്മൾ രുചി അറിയുന്നില്ലേ? ആ മൊമെന്റിൽ നമ്മളത് അനുഭവിക്കുകയാണ്. നമ്മളെ നാക്ക് വെക്കുന്നുണ്ട്, ഇല്ല നാക്കിൽ പായസം ഒന്നും, നമ്മൾ ശരീരം ഉറങ്ങിക്കിടക്കുകയാണ്. എന്താണ് ഇതിന്റെ അർത്ഥം? ഈ 5 അനുഭവങ്ങളും നമ്മൾക്ക് ജാഗ്രത അവസ്ഥയിലും അനുഭവിക്കാൻ പറ്റും, സ്വപ്നാവസ്ഥയിലും അനുഭവിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ബുദ്ധിയുള്ള ഒരാൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാവില്ലേ ഇത് ശരീരമല്ല അനുഭവിക്കുന്നതെന്ന്, ശരീരമല്ല ഇതൊന്നും അറിയുന്നതെന്ന്. അതറിയുന്ന ഒരു വസ്തു ബോധമുണ്ടെങ്കിൽ മാത്രമേ ഈ അനുഭവങ്ങൾക്ക് പറ്റുള്ളൂ. ബോധമില്ലെങ്കിൽ ഈ ഒരു പ്രപഞ്ചാനുഭവങ്ങൾക്കും പറ്റില്ല. എന്താണ് അതിൻ്റെ അർത്ഥം? ബോധം ആയിട്ട് രൂപമില്ലാതെ ഒരു സാക്ഷി രൂപത്തിൽ ഒരു വസ്തു ഇവിടെ ഇരിക്കുന്നുണ്ട്. ഒരു വസ്തു എന്ന് പറഞ്ഞാൽ ഒരു രൂപത്തിൽ ഒരു ചെറിയൊരു ഇതിലായിട്ട് നിൽക്കുകയല്ല ചെയ്യുന്നത്, ഒരു കണ്ടെയ്നറിൽ അടച്ചിട്ടിരിക്കുകയല്ല ഒരു ശരീരം പോലെ അല്ല. ഈ ബോധ വസ്തുവിലാണ് ശരീരങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നത്. നമ്മൾ ഒരു ശരീരത്തിന്റെ ഉള്ളിൽ ഒരു ചെറിയൊരു സാധനമായിട്ട് ബ്രെയിനിന്റെ ഉള്ളിൽ അടച്ചു വെച്ചിരിക്കുന്ന ഒരു സാധനമല്ല ബോധം എന്ന് പറയുന്നത്. ബോധം എന്ന് പറയുന്നത് ശരീരത്തിന്റെ ചലനങ്ങളും ഒന്നും ആയിട്ട് ഒരു ബന്ധവും ഇല്ലാതെ നിശ്ചലമായിട്ട് സ്നേഹസ്വരൂപമായിട്ട് പ്രകാശസ്വരൂപമായിട്ട് ഇരിക്കുന്ന ആ ഒരു എങ്ങും നിറഞ്ഞു നിൽക്കുന്ന, അതാണ് സച്ചിദാനന്ദം എന്ന് നമ്മുടെ ഉപനിഷത്തുകളും ഗീതയും ഒക്കെ വർണ്ണിക്കുന്നത് ഈ സത്യസ്വരൂപത്തിനെയാണ്. അത് നമ്മൾ ഓരോരുത്തരും അതാണ്. ഇപ്പം നിങ്ങൾ അത് കേട്ടോണ്ടിരിക്കുന്നത്, ഞാൻ ഈ ശരീരമാണ് കേട്ടോണ്ടിരിക്കുന്നതെന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങളിപ്പോൾ ഇരിക്കുന്നത് അല്ലേ? പക്ഷെ അല്ല, ഈ വസ്തു ഇപ്പൊ ശരീരം, നിങ്ങൾ ആ വസ്തുവാണ് ഇപ്പോഴും. എവിടെ എത്താനില്ല, ഒന്നുമായിട്ട് മാറാനുമില്ല. എന്താണ് നമ്മൾ തേടിക്കൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ അതായിരുന്നു കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നത്. എന്താ എന്നെ പറ്റിയാണല്ലോ പറയുന്നത്, ഇത് സ്വരൂപമാണ് കേട്ടോണ്ടിരിക്കുന്നതും അല്ലേ? നമുക്കിപ്പോ സ്വപ്നത്തിൽ ഇതൊക്കെ അറിയാൻ പറ്റുമെങ്കിൽ ക്ലിയർ അല്ലേ? ശരീരം അല്ല അത് കേൾക്കുന്നതെന്ന് അറിയുന്നതെന്ന് ക്ലിയർ ആയില്ലേ? അപ്പൊ
ചിന്തിച്ചു നോക്കൂ, നമ്മളിതൊന്നും ചിന്തിക്കാഞ്ഞിട്ടാണ് നമ്മൾ ഈ അജ്ഞാനത്തിൽ പെട്ടുപോയത്. നമ്മൾ ആരൊക്കെയോ പറയുന്നത് കേട്ട് വിശ്വസിച്ച് നമ്മൾ നമ്മുടെ സ്വരൂപം മറന്നുപോയിരിക്കുകയാണ്. ഇപ്പൊ എന്താ ചെയ്യുന്നത്? ഇപ്പൊ നിങ്ങളുടെ മനസ്സ് അതിന് പാകമായപ്പോൾ ഇതുപോലെ ഓരോരുത്തർ വന്നിട്ട് സത്യത്തിനെ കുറിച്ച് പറഞ്ഞു തരും. ഇത് എന്ന് പറഞ്ഞാൽ വേറൊരാളൊന്നുമല്ല, നിങ്ങളുടെ സ്വരൂപത്തിൽ തന്നെയുള്ള ഒരു രൂപമാണിത്. നിങ്ങളുടെ ബോധസ്വരൂപത്തിൽ തന്നെ കാണുന്ന ഒരു ഒരു രൂപം. അപ്പൊ അതായത് നിങ്ങൾ തന്നെ, ഒരു വ്യത്യാസമില്ല. ഇതാണ് അദ്വൈതം എന്നുള്ള സത്യം. അപ്പൊ സത്യം എന്താണ്? സത്യം എന്ന് പറഞ്ഞാൽ ഉപനിഷത്തുകളെ പറയുന്നത് ഒറ്റ സെന്റൻസിൽ അത് പറയുന്നുണ്ട്. ഈശാവാസ്യമിതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത്ത്. ഈശനാൽ നിറഞ്ഞിരിക്കുകയാണ് ഈ പ്രപഞ്ചം. എന്താ ഇവിടെ ഈശൻ എന്നുള്ള വാക്കുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? പ്രജ്ഞാനം ബ്രഹ്മ. മഹാവാക്യങ്ങളിൽ തത്വമസി, നീ അതാണ്. അത് ഏത്? അത് തന്നെ. ഏതാണോ തേടിക്കൊണ്ടിരിക്കുന്നത് അതേ വസ്തുവാണ്, ഒന്നുമായി മാറാനില്ല. പ്രജ്ഞാനം ബ്രഹ്മ, ബോധമാണ് ബ്രഹ്മം. ഇപ്പൊ നമ്മൾ പറഞ്ഞു, നമ്മൾ ഓരോ അനുഭവം എടുത്ത് നോക്കി, അതിലെന്താ ക്ലിയർ ആയത്? ബോധം ഇല്ലെങ്കിൽ ഒരു അനുഭവത്തിനും പറ്റില്ല. ബോധം എന്താ? എന്റെ ബോധം പോയി, ബോധം കെട്ട് വീണു അയാള്. എന്താ അതിന്റെ അർത്ഥം? പിന്നെ പ്രപഞ്ചാനുഭവങ്ങൾ ഒന്നുമില്ല, സ്വരൂപമാണ്. ബോധം എന്ന് പറഞ്ഞാൽ സ്വരൂപം. ബോധത്തിന് ഒരിക്കലും ജനിക്കാനും പറ്റില്ല, മരിക്കാനും പറ്റില്ല. അപ്പൊ ഈ മരിക്കുകയും ജനിക്കുകയൊക്കെ ചെയ്യുന്നത് അതിലൊരു രൂപം. തിരമാല, കടലിലൊരു തിരമാല ഇങ്ങനെ വരികയാണ്, അതിൽ ജനിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ ഇല്ല, കുറച്ച് സമയം ഉണ്ടായി എന്ന് തോന്നി, അത് കുറച്ച് കഴിയുമ്പോൾ കടലിലേക്ക് തന്നെ ലയിക്കുന്നു. അപ്പൊ ഈ ബോധത്തിൽ ഉണ്ടാവുന്ന തോന്നലുകളാണ് നമ്മൾ ഓരോ ശരീരങ്ങളും. ഇനി നമുക്ക് ഈ 5 അനുഭവങ്ങൾ ഒന്നും കൂടി എടുത്തു നോക്കാം. കാഴ്ചകൾ, ശബ്ദങ്ങൾ, ഗന്ധം അനുഭവിക്കുന്നു, സ്പർശനം അനുഭവിക്കുന്നു, സംവേദനങ്ങൾ അനുഭവിക്കുന്നു, രുചി അനുഭവിക്കുന്നു. ഈ അനുഭവങ്ങളെല്ലാം തന്നെ നമുക്ക് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അറിയുന്ന ഒരു വസ്തു, ശബ്ദം അറിയുന്നു, കാഴ്ച അറിയുന്നു, ഇതെല്ലാം അറിയുന്ന ഒരു വസ്തു നമ്മളിലുണ്ട് എന്നുള്ളത് മനസ്സിലാവും. അറിയുന്ന ആ വസ്തുവിനെ കാണാൻ പറ്റുമോ? ഇല്ല. ആ വസ്തു ഇൻവിസിബിൾ ആണ്. പക്ഷെ അതിന് ഒരു എക്സ്പ്രഷൻ ഉണ്ട്. അതെന്താ വെച്ചാൽ നമ്മുടെ ഉള്ളില്. ഇപ്പോ ഞാൻ ചോദിക്കുകയാണ്, ആർ യു ഹിയർ? നിങ്ങൾ ഇവിടെ ഉണ്ടോ? ഇപ്പോ ഇവിടെ ഉണ്ടോ? എന്താണ് നിങ്ങളുടെ യഥാർത്ഥത്തിലുള്ള ഒരു അനുഭവം? കണ്ണടച്ചാൽ കഴിഞ്ഞു പ്രപഞ്ചം, ഒന്നും പിന്നെ ഇല്ല. എന്താ ഉറപ്പുള്ളത്? കണ്ണടയ്ക്കുമ്പോൾ വേറെ ഒക്കെ ഉണ്ട് എന്നുള്ളത് ഒന്നുമില്ല, ഒരു ഉറപ്പുമില്ല. പ്രൂഫ് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റില്ല. കണ്ണടച്ചു, എല്ലാം പോയി, കണ്ണിന്റെ ഇപ്പുറത്തുള്ള എല്ലാം പോയി. ഉള്ളിലേക്ക് നമ്മൾക്ക് ശ്രദ്ധ കൊണ്ടുവരുന്നു. ഞാൻ ഇപ്പോൾ ഇവിടെ ഉണ്ട്, ഐ എക്സിസ്റ്റ്, ഐ എം ഹിയർ എന്നുള്ളതല്ലേ അനുഭവം? ശരിക്കും ചിന്തിച്ചു നോക്കൂ. ഞാൻ ഇവിടെ ഉണ്ട് എന്നുള്ളതല്ലേ അനുഭവം? ഞാൻ അവിടെ ഉണ്ട് എന്നുള്ള അനുഭവം ഉണ്ടോ? ഇല്ല. ഇവിടെ എന്നുള്ള ഒരു അനുഭവം ഉണ്ട്. ഐ എം ഹിയർ നൗ, ഇപ്പോ എന്നുള്ളൊരു അനുഭവം ഉണ്ട്. ഈ നിമിഷത്തിന്റെ ഒരു അനുഭവം ഇല്ലേ നമുക്ക്? ആരും പറഞ്ഞു തരണ്ട. നീ ഈ നിമിഷം അറിയുന്നുണ്ടോ എന്ന് ഒരാൾ വന്ന് നമ്മളോട് ചോദിച്ചു എന്ന് വിചാരിക്കും. ആ, ഈ നിമിഷം ഉണ്ട്, ഇപ്പൊ ഈ നിമിഷം, ഇന്നലെ അല്ല, 2 മണിക്കൂർ മുന്നല്ല, ഈ നിമിഷം. യെസ്, അതൊരു അനുഭവമാണ്, വാക്കുകൊണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നിനക്ക് ബോധമുണ്ടോ? ഇപ്പൊ നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, ബോധമുണ്ടോ നിങ്ങൾക്ക്? അപ്പോ ബോധത്തിന്റെ ഒരു പ്രത്യേക അനുഭവം ഒന്നുമില്ല. അപ്പൊ ഞാൻ ചോദിക്കുകയാണ്, ബോധമില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് പറയാൻ പറ്റുമോ? അപ്പൊ ഇല്ല. അപ്പൊ ബോധം എന്നുള്ള നമുക്കത് എന്താണെന്ന് ഡെഫിനിഷൻ കൊടുക്കാൻ പറ്റില്ല, അതിനെ നമുക്ക് നിർവചിക്കാനൊന്നും പറ്റില്ല. പക്ഷെ നമുക്കറിയാം ഇങ്ങനെ ഒരു കാര്യം ഉണ്ട് നമ്മളിൽ. പക്ഷെ അത് ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ തള്ളിക്കളയുന്നു. നമ്മൾ വിചാരിക്കുക എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്ത് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു കാര്യമാണ് ഈ ബ്രഹ്മം എന്ന് പറയുന്നത് എന്ന്. പക്ഷേ ഡയറക്റ്റ് പാത്ത്, നമ്മളിപ്പോൾ യോഗവാസിഷ്ഠ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അഷ്ടവക്ര ഗീത എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ജനക മഹാരാജാവിൻ്റെ ചോദ്യം അഷ്ടാവക്ര മഹർഷിയോട് ഇതായിരുന്നു. ഒരു സ്വപ്നം കണ്ടു, യാചകനായിട്ട് ഒരു കഷ്ണം റൊട്ടിക്ക് വേണ്ടി അടിപിടി കൂടുകയാണ് പക്ഷികളൊക്കെ ആയിട്ട്. ആ സ്വപ്നത്തിൽ നിന്ന് ഉണർന്നപ്പോൾ അയാൾക്ക്, അദ്ദേഹത്തിന് സംശയം, ഞാൻ ശരിക്കും രാജാവാണ്, ഇതാണോ സ്വപ്നം അതാണോ സ്വപ്നം? രണ്ടും അനുഭവിക്കുമ്പോൾ ഒരേപോലെ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, ഓരോ അനുഭവങ്ങളും. രാവിലെ ഭക്ഷണം കഴിച്ചു, രാവിലെ
ഇഡ്ഡലി കഴിച്ചു. ഇഡ്ഡലി കഴിക്കുന്ന സമയത്തൊരു അനുഭവം തോന്നൽ, ഞാനിപ്പോൾ ഇത് കഴിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ആ അനുഭവം കഴിഞ്ഞ് നെക്സ്റ്റ് മൊമെൻറ്റിൽ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ ഞാനത് കഴിച്ചിട്ടുണ്ട്? എന്ത് പ്രൂഫ്? ഒന്നുമില്ല. അത് കഴിഞ്ഞു. ആ ഇവന്റ് പാസ് ചെയ്തു പോയി. കുറച്ച് കഴിഞ്ഞാൽ സ്വപ്നം പോലെ ഒരു ഓർമ്മ. ഈ ഓർമ്മയാണ് നമ്മുടെ ജീവിതത്തിന്റെ കഥകളെ മെനഞ്ഞ് കണ്ടിന്യൂവേഷൻ പോലെ കൊണ്ടുപോകുന്നത്. ശരിക്കും ചിന്തിച്ചു നോക്കിയാൽ ഒരു ഫ്രെയിം പോലെ, ഒരു സ്ക്രീൻ പോലെ രാവിലെ ഞാൻ ഈ ശരീരമാണെന്നുള്ള ആ ഒരു കോൺഷ്യസ്നെസ്, ഒരു അങ്ങനെ ഒരു ചിന്തയോടുകൂടി നമ്മൾ എണീക്കുന്നു. പിന്നെ നമ്മുടെ മുന്നിൽ ഒരു ഫ്രെയിം, ഇപ്പം നോക്കൂ, നിങ്ങളെ ചുറ്റും നോക്കൂ, ഒരു ചിത്രത്തിൻ്റെ ഒരു അഭ്രപാളി എന്നൊക്കെ പറയുന്ന പോലെ ഒരു ചിത്രം തെളിയാണ് നമ്മളെ മുന്നിൽ. കുറേ വസ്തുക്കളുണ്ട്, നമ്മുടെ ശരീരത്തിന് കാണുന്നുണ്ട്. അപ്പം ഈ ചിത്രം ബോധമുണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ, അല്ലേ? ഓരോ കാഴ്ചകളും ശബ്ദങ്ങളും എല്ലാം ബോധമുണ്ടെങ്കിലേ പറ്റുള്ളൂ. അപ്പം ഇങ്ങനൊരു വസ്തു നമ്മളിലുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ ഭാഷയുടെ പരിമിതികളാണ് കേട്ടോ. ഒരിക്കലും വിചാരിക്കരുത് നമ്മളിലുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഈ ശരീരത്തിൻ്റെ ഉള്ളിലിരിക്കുന്ന ഒരു വസ്തുവിനെ പറ്റിയാണ് പറയുന്നതെന്നൊന്നും ധരിച്ചു കളയരുത്. ഏതൊരു വസ്തുവാണോ കണ്ണിൻ്റെ ഇപ്പുറത്തുള്ള കാര്യങ്ങളും നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങളും മനസ്സിൻ്റെ കാര്യങ്ങളും ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് നിത്യസാക്ഷിയായി ഇരിക്കുന്നത്, ആ ഒരു വസ്തുവാണ് സത്യം. അതാണ് നമ്മുടെ ശരിക്കുള്ള ഐഡൻറ്റിറ്റി. ചലിക്കാതെ നിശ്ചലമായി ആനന്ദ സ്വരൂപമായിരിക്കുന്നത്. അപ്പം പിന്നെ എങ്ങനെയാ നമ്മൾ ഈ ശരീരമാണെന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടു എന്നുള്ള ചോദ്യം വരാം. ഇത് ഒരു മിസ്റ്ററിയാണ്. എന്താ വെച്ചാൽ അതിനാണ് ഉപനിഷത്തുക്കളിൽ നമുക്ക് നല്ലൊരു ഉദാഹരണം പറഞ്ഞിരിക്കുന്നത്. മരുഭൂമിയിലെ കാനൽ ജലം. മരുഭൂമിയിൽ ഒരു വെള്ളവും ഇല്ല. പക്ഷെ മരുഭൂമിയുടെ ഒരു സ്വഭാവമാണ് വെള്ളം മരീചിക. ഈ വെള്ളം ഉണ്ട്, കാനൽ ജലം ഉണ്ടെന്നുള്ള തോന്നലുണ്ടാക്കുക എന്നുള്ളത്. ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കുക നമ്മൾ. അപ്പൊ എന്താണ് ഈശാവാസ്യമിതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത്തായി കാണുന്ന മുഴുവൻ ഈശനാണ്. എന്ന് വെച്ചാൽ ഈ മരുഭൂമിയിൽ ഉണ്ടെന്ന് തോന്നുന്ന ഒരു കാഴ്ച കാനൽ ജലം, അതേപോലെ ഈ ബോധസ്വരൂപത്തിൽ രൂപമില്ലാതെ എങ്ങും നിറഞ്ഞു നിൽക്കുന്ന, നമ്മൾ ആകാശം തന്നെ കാണുന്നില്ലേ, എങ്ങും നിറഞ്ഞു നിൽക്കുന്നു. അമേരിക്കയിൽ ഒരാകാശം, ഇന്ത്യയിൽ ഒരാകാശമാണോ? അല്ലല്ലോ. എല്ലാ സ്ഥലത്തും അതിന് ഒരു അതിരുകളും ഇല്ല ശരിക്കും പറഞ്ഞാൽ. അതുപോലൊരു വസ്തു നമ്മളെ കണ്ണിന്റെ മുന്നിൽ തന്നെ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്ത് സംശയമുള്ളത്? അപ്പൊ എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ഈ രൂപമില്ലാത്ത ബോധം ഉണ്ടെന്ന് തോന്നുന്ന കുറേ തോന്നലാണ് കാഴ്ചകളായും ശബ്ദങ്ങളായും ഗന്ധമായും സ്പർശമായും രുചിയായും നമ്മളിങ്ങനെ ഈ 5 അനുഭവങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അനുഭവിക്കാന്നും പറയില്ല, ഈ ബോധം ഒന്നും അനുഭവിക്കുന്നില്ല, ബോധത്തിലൊന്നും അല്ല. നമ്മൾ ആദ്യം ഈ ബോധത്തിനൊരു വ്യക്തി വേഷമായിട്ട് ഞാനിതാണ് എന്ന ഒരു വിശ്വാസവും സങ്കല്പം ഉണ്ടെങ്കിൽ മാത്രമേ അനുഭവങ്ങൾ പോലുള്ളൂ. ഓരോരുത്തരും കാണുന്ന ലോകം വേറെ വേറെയാണ്. കാരണം എന്താണ്? ഒരേ സംഭവം ഏതൊക്കെ തരത്തിൽ നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാം, ഏതൊക്കെ തരത്തിൽ നമുക്ക് ചിന്തിച്ചെടുക്കാം. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ ജീവിതത്തിൽ ഇയാൾ എന്നോട് ഇത് ചെയ്തു, ഇങ്ങനെ ചെയ്തു. കുറച്ച് കഴിയുമ്പോൾ അല്ലെങ്കിൽ അയാൾ എന്നോട് സംസാരിച്ചില്ല, ഇതാണ്. അപ്പോൾ ഒരുപക്ഷെ അയാൾക്ക് ശബ്ദം ഉണ്ടാവില്ല, ജലദോഷം പിടിച്ച് ശബ്ദം അടഞ്ഞിരിക്കുമായിരിക്കും. പക്ഷെ നമ്മളെന്തായിരിക്കും ഇൻ്റർപ്രറ്റ് ചെയ്യുക? ഇയാൾ എന്തൊരു സ്വഭാവമാണ്, കണ്ടില്ലേ, ഒന്ന് സംസാരിക്കുന്നും കൂടിയില്ല, അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പൊ അയാളുടെ ചിന്താഗതി, അയാൾക്ക് സുഖമില്ലാഞ്ഞിട്ടായിരിക്കും ഒരുപക്ഷെ ഇങ്ങനെ. ഇയാൾ വേറൊരു കാര്യം, ഇയാള് എൻ്റെ ഈ വസ്തു മോഷ്ടിച്ചു കൊണ്ടുപോയി. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ആ കാണാണ്ടായ കാര്യം നമ്മളെ കയ്യിൽ കിട്ടും. ഞാൻ വിചാരിച്ചു ഈ വ്യക്തി വന്നെടുത്തോണ്ട് പോയി, അല്ലെങ്കിൽ കേട്ടോണ്ട് പോയി. ഇങ്ങനെ പല 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 തെറ്റിദ്ധാരണകളും നമുക്ക് ജീവിതത്തിൽ വരാറില്ലേ? ഇതേപോലെ സ്വരൂപത്തിനെ കുറിച്ചുള്ള ഒരു തെറ്റിദ്ധാരണ, അത് വന്നിട്ടാണ് ഈ ദുരിതം മുഴുവനും നമ്മൾ അനുഭവിക്കുന്നു എന്നുള്ള ആ ഒരു ഭ്രമം ഉണ്ടാവുന്നത്. ഇത് മുഴുവൻ ഭ്രമാണ് എന്നുള്ളത്. അപ്പോൾ ഇനി എങ്ങനെ നമ്മുടെ ആചാര്യന്മാർ അതിനെക്കുറിച്ച് വിവരിക്കുന്നു. ശ്രീരമണ മഹർഷി എങ്ങനെയാണ് ഈ സത്യത്തിനെക്കുറിച്ച്
വളരെ സിമ്പിളായിട്ടുള്ള ഒരു ശ്ലോകത്തിലൂടെ, ഒരു ഏകശ്ലോകി എന്ന് പറഞ്ഞിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി എഴുതിയിട്ടുണ്ട്. അത് നമുക്കൊന്ന് വായിച്ച് നോക്കാം. ഹൃദയകുഹരമധ്യേ കേവലം ബ്രഹ്മമാത്രം ഹ്യഹമഹമിതി സാക്ഷാത് ആത്മരൂപേണ ഭാതി ഹൃദി ദിശി മനസാ സ്വം ഛിന്വതാമജ്ജതാവ പവനചലനരോധാത് ആത്മനിഷ്ഠോ ഭവത്വം. അപ്പോൾ ഇത് എന്താണ്? നമ്മുടെ ഹൃദയകുഹരമധ്യേ, നമ്മുടെ ഉള്ളിൽ തന്നെ അഹം അഹം ഞാൻ എന്ന ഒരു അനുഭവം ഉണ്ടാക്കിക്കൊണ്ട്, എക്സ്പ്രസ് ചെയ്തുകൊണ്ട്, വിളിച്ചു പറഞ്ഞുകൊണ്ട് ഒരു സത്യം ഇരിക്കുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 10 കൊല്ലം മുമ്പുള്ള നിങ്ങൾ, അല്ലെങ്കിൽ 20 കൊല്ലം മുമ്പ് ഒരു കുട്ടിയായപ്പോൾ ഉള്ള, 10 വയസ്സായപ്പം എങ്ങനെയായിരുന്നു, 20 വയസ്സായപ്പോൾ എങ്ങനെയുണ്ട്, 30 വയസ്സായി ഇപ്പം നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ സെയിം ആണോ, മാറിയോ? നമുക്ക് എല്ലാവർക്കും പറയാൻ പറ്റുന്ന ഒരു കാര്യം, എനിക്ക് ഒരു പ്രായവും എനിക്ക് പ്രായത്തിൻ്റെ മാറ്റം എന്നിൽ തോന്നുന്നില്ല. ശരീരത്തിനല്ല പറയുന്നത്, നമ്മുടെ ഉള്ളിൽ നമുക്കറിയാം, ഏയ് ഒരു മാറ്റവും ഇല്ല, അതേ ആൾ തന്നെയാണ് ഞാൻ എന്ന് തോന്നില്ലേ? ഒരു ചേഞ്ച്ലെസ് ആയിട്ടുള്ളൊരു സത്യം. ആ വസ്തു നമ്മുടെ ഉള്ളിൽ അഹം ഞാൻ എന്നുള്ള ഒരു പ്രതിധ്വനി ഉണ്ടാക്കിക്കൊണ്ട് ഞാനുണ്ട് എന്നുള്ള അനുഭവം, അത് ആരുണ്ട് എന്നാണ്? ഈ ബോധത്തിൻ്റെ എക്സ്പ്രഷനാണത്. അല്ലാണ്ട് ശരീരം അല്ല പറയുന്നത് ഞാനുണ്ട് എന്ന്. പറയൂ, ശരീരത്തിന് എങ്ങനെയാണ് പറയാൻ പറ്റും ഞാനുണ്ട്? ഞാനുണ്ട് എന്നുള്ള അനുഭവം വേറെ ഏതൊരു അവയവത്തിനാണുള്ളത്? ആലോചിച്ച് നോക്കൂ. അപ്പം നമ്മുടെ ഉള്ളിൽ സദാ ഉണ്ട്. ഏത് രാജ്യത്ത് പോയാലും നമ്മളെ അനുഭവം എന്താ? ഞാൻ ഇവിടെ ഉണ്ട്. അപ്പം തന്നെ മനസ്സിലാക്കിക്കൂടെ, എന്തോ ഒരു വസ്തു ലൊക്കേഷൻ ഒന്നും ബാധിക്കാതെ നമ്മുടെ ഉള്ളിലുണ്ട് എന്നുള്ളത്. ആ സത്യം ആത്മരൂപേണ ഭാതി, ഞാൻ എന്നുള്ള അനുഭവത്തോടു കൂടി അത് നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നു, പ്രകാശിച്ചു നിൽക്കുന്നു. അതാണ് ജ്ഞാനത്തിൻ്റെ പ്രകാശം എന്ന് പറഞ്ഞാൽ, ആത്മരൂപത്തിൽ അത് പ്രകാശിച്ചു നിൽക്കുന്നു. പക്ഷേ നമ്മൾ അത് ഈ കംപ്ലീറ്റ് ആയിട്ട് അതിനെ ശരീരവുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ താതാത്മ്യം പ്രാപിക്കുകയാണ് ചെയ്യുന്നത് ശരീരവുമായിട്ട്. ആലോചിച്ച് നോക്കൂ, ശരീരത്തിന് എപ്പോഴെങ്കിലും ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലാണ്ട് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ശരീരത്തിന് മാത്രമായിട്ട് എപ്പോഴെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാണ്ട് കണ്ടിട്ടുണ്ടോ? ഒരു റൂമിലോ അല്ലെങ്കിൽ പുറത്താണെങ്കിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ടോട് കൂടിയല്ലേ കണ്ടിട്ടുള്ളൂ? അതിൻ്റെ അർത്ഥം എന്താ? ഇതെല്ലാം ഒരു പാക്കേജാണ്. ഈ ബാക്ക്ഗ്രൗണ്ടോട് കൂടിയിട്ടുള്ള ഒരു രൂപം, ഇതിന് വേറൊരു നിലനിൽപ്പൊന്നുമില്ല. ഇതെല്ലാം ബോധത്തിൽ കാണുന്ന കുറേ ഫ്രെയിംസ്, ഫോട്ടോസ് പോലെ, ഈ ചിത്രങ്ങൾ പോലെ കുറേ ചിത്രങ്ങൾ, കുറേ തോന്നലുകൾ. ഇപ്പം എനർജീനെ പറ്റിയിട്ട്, എനർജീൻ്റെ ആ ഒരു തലത്തിൽ നമ്മൾ വ്യാഖ്യാനിക്കുന്ന സമയത്ത് വൈബ്രേഷൻസ് എന്ന് പറയാം, അതൊരു പലതരത്തിലുള്ള ഫ്രീക്വൻസി ഉള്ള വൈബ്രേഷൻസ് എന്ന് പറയാം. അത് ഇങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നു. രാത്രി എന്താ നമ്മൾ ചെയ്യുന്നത്? എല്ലാം അവിടെ അഴിച്ചു വെച്ചിട്ട് ഈ തോന്നലുകൾ മുഴുവൻ അവിടെ മാറ്റി വെച്ചാലേ ഉറക്കം എന്നുള്ളത് സാധനം കിട്ടുള്ളൂ. ഇതിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് നമുക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റുമോ? ചിന്തിച്ച് നോക്കൂ. ഇപ്പം ഈ ഒരു വ്യക്തി ജാഗ്രത അവസ്ഥയിൽ നമുക്കൊരു വേഷമുണ്ട് കളിക്കാൻ, നമ്മൾ അമ്മയാവാം, അച്ഛനാവാം, വിദ്യാർത്ഥിയാവാം, അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന അങ്ങനെയുള്ള പല പല കോസ്റ്റ്യൂംസ് നമ്മൾ വെയർ ചെയ്യുന്നു, വേഷങ്ങൾ. ഇതിലേതെങ്കിലും ഒന്നിനെ പിടിച്ചുകൊണ്ടിരുന്നാൽ ഞാനൊരു അമ്മയാണ്, കുട്ടീൻ്റെ കാര്യം ആലോചിച്ച് ഉറക്കം കിട്ടുമോ? ഉറങ്ങാൻ പറ്റുമോ? ഈ വേഷം എടുത്തുകൊണ്ട് നമുക്ക് പ്രവേശനമില്ല ഉറക്കത്തിലേക്ക്. എന്താ അതിൻ്റെ അർത്ഥം? ഇത് രണ്ടും ഒരു തരത്തിലും ഒരുമിച്ച് പോകാൻ പറ്റില്ല. ദാറ്റ് മീൻസ് നമ്മുടെ മറ്റൊരു ഡയമെൻഷനിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ വേഷം എടുത്ത് നമുക്ക് സ്വപ്നത്തിലേക്ക് പോകാൻ പറ്റില്ല. ഈ വേഷം എടുത്തിട്ട് നമുക്ക് ഉറക്കത്തിൽ സുഷുപ്തിയിലേക്കും പോകാൻ പറ്റില്ല. ഈ വേഷം ഇവിടെ അഴിച്ചു വെക്കണം. ജാഗ്രത അവസ്ഥ ഇവിടെ അഴിച്ചു വെച്ച്, ജാഗ്രത അവസ്ഥയിൽ നമ്മൾ കളിക്കുന്ന വേഷം ഇവിടെ അഴിച്ചു വെച്ച് നമ്മൾ അടുത്ത ഡയമെൻഷനിലേക്ക് പോകുന്നു. എന്താ അതിൻ്റെ അർത്ഥം? നമ്മൾ പല പല ഡയമെൻഷൻസുള്ള, അത്രയ്ക്കും എന്താ പറയുക, അത്രയ്ക്കും നമുക്ക് ചിന്തിക്കാൻ മനസ്സിന്, ഈ ചെറിയ മനസ്സിന് ചിന്തിക്കാൻ പറ്റാത്ത ഒരു രൂപം, സ്വരൂപമാണ് നമ്മളുടേത്. സ്വരൂപം എന്ന് പറഞ്ഞാൽ രൂപമല്ല, ആസ്പെക്ട്സ് ആണ്. അത് നമ്മൾ തലങ്ങൾ എന്ന് പറയാം നമുക്ക് വേണമെങ്കിൽ. അപ്പോൾ അതിനെക്കുറിച്ച് അത് അനുഭവിച്ചിട്ടുള്ള ഗുരുക്കന്മാർ നമുക്ക് പറഞ്ഞു തരികയാണ്, ഇതാണ് നമ്മളുടെ ഉള്ളിലുള്ള ആ ഞാൻ എന്നുള്ള ആ വസ്തു, അതിന് ശരീരമായിട്ട് ഒരു ബന്ധവുമില്ല. അപ്പം തന്നെ നമുക്ക് ലൈഫ് കുറച്ചും കൂടി ഈസി ആയിട്ട് എടുക്കാം. ഞാൻ അങ്ങനെയാകുമ്പോൾ എന്താ,
നിങ്ങളാണോ ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്ന? ജീവിതത്തിൽ എന്തൊക്കെ അനുഭവങ്ങൾ ഉണ്ടായി? ഇതൊക്കെ നിങ്ങളാണോ ചെയ്തത്? നിങ്ങൾ ഈ ശരീരത്തിന് നോക്കിയിരിക്കുന്ന ആ ഒരു അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ സാക്ഷി രൂപത്തിലുള്ള ബോധവസ്തു ആണെങ്കിൽ വാട്ട് ഡിഡ് യു ഡു? നിങ്ങൾ എന്ത് ചെയ്തു? എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഇതാണ് ശ്രീനാരായണ ഗുരു ആത്മോപദേശ ശതകത്തിൽ പറയുന്നത്. നിനക്ക് എന്ത് പ്രാരബ്ധ കർമ്മം, നിനക്ക് എന്ത് ആഗാമി കർമ്മം, സഞ്ചിത കർമ്മം, ഇതൊന്നും ആത്മാവായി നിനക്ക് ബാധിക്കില്ല. ഇതൊക്കെ ശരീരം, ഈ വ്യവഹാര രംഗത്ത് ഭ്രമതലത്തിൽ ഇതൊക്കെ നടക്കുന്നു. എന്തോ ഒരു മൂവി കാണുന്നത് പോലെ. ആത്മാവായ നിനക്ക് കർമ്മവുമില്ല, ഒന്നുമില്ല. പരമാനന്ദ സ്വരൂപമായ ചിന്മാത്രം, ആ ഒരു ചൈതന്യ സ്വരൂപമായ ആനന്ദ സ്വരൂപമായിരിക്കുന്ന ബ്രഹ്മമാണ് നീ. നീ ഈ ശരീരമാണെന്ന് തെറ്റിദ്ധരിച്ചതാണ് മഹാരോഗമായിട്ട് പറയുന്നത്. ഇതിനെയാണ് മഹാരോഗം എന്ന് പറയുന്നത്. ഇത് വാസിഷ്ഠത്തിലെ ഇതാണ് വിചാരോഹി മഹൌഷധം എന്ന് പറയുന്നത്. വിചാരം, ആത്മവിചാരം ചെയ്യും. ഇപ്പൊ എന്താ ഇപ്പൊ നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്തിനാ ഇതിനെപ്പറ്റിയൊക്കെ പറയുന്നത്? ചിലർ ചോദിക്കും, പല രസമുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞൂടെ? അമേരിക്കയിലൊക്കെ ഉള്ള അവിടെയുള്ള എന്തൊക്കെ ഓരോരുത്തർ വീഡിയോസ് ഇടുന്നുണ്ട്, പല പല രസമുള്ള കാര്യങ്ങൾ, അവിടുത്തെ വെതറും ഇവിടുത്തെ ജീവിത രീതി, ഇതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യമായിട്ട് പ്രയോജനം? എനിക്കറിയില്ല. അതൊന്നും വേണ്ടാന്നല്ല കേട്ടോ, അതിനൊക്കെ അതിൻ്റെതായ പ്രസക്തി ഉണ്ട്, കേൾക്കുന്നവർ കേൾക്കട്ടെ. പക്ഷെ ഇവിടെ ഇതൊന്നും അല്ല ഉദ്ദേശം എന്താ വെച്ചാൽ ഈ ഒരു സത്യം, ഈ ഒരു മഹാരോഗത്തിൽ പെട്ടിട്ടുള്ള നമ്മൾ ഈ ഔഷധം സേവിച്ച് സത്യം മനസ്സിലാക്കി സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റും, അതൊരു പോസിബിലിറ്റിയാണ് എന്നുള്ള സന്തോഷ വാർത്തയാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ വാസിഷ്ഠത്തിൽ ഒക്കെ നമ്മളെ പഠിപ്പിക്കുന്നത്, ഈ മഹാരോഗം മാറ്റി കിട്ടിയാൽ നിങ്ങൾ ഒരിക്കലും മരിക്കാത്ത, ജനിക്കാത്ത, എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ബോധവസ്തു ചൈതന്യ സ്വരൂപമാണെന്ന് നമ്മൾ അതൊന്ന് അറിഞ്ഞ് അതിൻ്റെ ഒരു ഗ്ലിംസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ ലോകത്ത് കിട്ടുന്ന ഒരു സ്നേഹവും സ്നേഹമല്ല, ശരിക്കുള്ള സ്നേഹമല്ല എന്ന് മനസ്സിലാവും. എന്ന് വെച്ചാൽ അത്രയും അതിനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഈ ലോകത്തിൽ നമുക്ക് കിട്ടുന്ന റിലേഷൻഷിപ്സിൽ നിന്ന് കിട്ടുന്ന സ്നേഹമൊന്നും അതിനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. നമ്മുടെ സ്വരൂപത്തിൻ്റെ സ്നേഹം എന്ന് പറയുന്നത് സ്നേഹം കുത്തി നിറച്ചിരിക്കുന്ന ഒരു അൺകണ്ടീഷണലാണ്. അതിന് നമ്മുടെ യൂഷ്വലി നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മുടെ ഉള്ള റിലേഷൻഷിപ്സിലൊക്കെ ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ട്. ഇന്നതൊക്കെ ചെയ്താൽ ഞാൻ സ്നേഹിക്കും. അതെല്ലാറ്റിലും ഉണ്ട്. നമ്മൾ പറഞ്ഞില്ലെങ്കിലും അത് ഇൻഡയറക്റ്റ് ആയിട്ടുണ്ട്. ഒരു എഗ്രിമെന്റ് പോലെയാണ് എല്ലാറ്റിലും. ഈവൻ മക്കളെ വരെ നമ്മൾ കുട്ടികളെ അടുത്ത് നമുക്ക് എക്സ്പെക്ടേഷൻസ് ഉണ്ട്. നമ്മൾ പറഞ്ഞ അനുസരിച്ചില്ലെങ്കിൽ നമുക്ക് ദേഷ്യം വരും. അപ്പം നമ്മൾ അവരെ അങ്ങനെ ഇങ്ങനെ പറയും. അവർക്ക് നമ്മളോട് ദേഷ്യം വരും. അവരുടെ കൾച്ചറൽ ഡിഫറൻസ് ഉണ്ടാവും, നമുക്ക് ജനറേഷൻ ഗ്യാപ്പ് ഉണ്ട്. ഇങ്ങനെ പലതും വന്ന് പല കണ്ടീഷൻസും വന്ന് മൂടുകയാണ് നമ്മുടെ ബന്ധങ്ങളും സ്നേഹങ്ങളിലൊക്കെ വരുമ്പോൾ. പക്ഷെ ഇതൊന്നുമായിട്ട് ഒരു ബന്ധമില്ലാതെ എല്ലാ തരത്തിൽ ഇനി എന്തോ ചെയ്തോ, എന്താ പറയാ, അതാണ് ഭഗവാൻ പറയുന്നില്ലേ അർജുനോട്, പാപികളിൽ പാപി ആയിക്കോട്ടെ, അവര് ആരായാലും വരൂ, എല്ലാവരെയും കൈനീട്ടി ആക്സെപ്റ്റ് ചെയ്യുന്ന ആ ഒരു സ്നേഹമില്ലേ, അൺകണ്ടീഷണൽ ലവ്, അതിൻ്റെ ഒരു ഗ്ലിംസ് നമ്മൾ അനുഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇവിടുത്തെ സ്നേഹം ഒന്നും പോരാ, അത് തന്നെ വേണം എന്നുള്ളത് ആവും. അപ്പൊ എന്തിനാ ഇത് പറയുന്നത് വെച്ചാൽ അങ്ങനെ ഒരു വസ്തു നിങ്ങളുടെ ഉള്ളിലുണ്ട്, അതാണ് നിങ്ങൾ. പക്ഷേ ഈ ഒരു രോഗം വന്നുപോയി, എന്ത് ഞാൻ ഈ ശരീരമാണെന്നുള്ള തെറ്റിദ്ധാരണ, ഇതാണ് രോഗം. അങ്ങനെ ഈ ശരീരവുമായി താതാത്മ്യം പ്രാപിച്ച് സ്വരൂപം മറന്നുപോയി. അപ്പൊ എന്താ രോഗം? മറവിയാണ് രോഗം. പലരും ഇപ്പൊ പറയാറുണ്ട്, അയ്യോ മറന്നു പോകുന്നു. എനിക്കും അതെ, നല്ല മറവിയുണ്ട്. അപ്പം മറവി എന്ന് പറയുന്നത്, ഈ ശരിക്കുള്ള മറവി രോഗം എന്ന് പറയുന്നത് ഇതാണ്. ഇത് നമ്മുടെ സ്വരൂപം മറന്നു പോവുക, നമ്മൾ ഈ ശരീരമാണെന്ന് വിചാരിച്ചു പോവുക. അപ്പോൾ എന്ത് ചെയ്യണം? ഇങ്ങനെ ഇത് കേട്ടോണ്ടിരിക്കുക. എന്തിനാണ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്? ഗീതകളൊക്കെ നമുക്ക് കാണാം, റിപ്പീറ്റേഷനാണ്. എന്തിനാണിത് പറയുന്നത് വെച്ചാൽ, ഇങ്ങനെ കേട്ടോണ്ടിരിക്കുമ്പോൾ നമ്മൾ മറന്നുപോയത് എന്തോ നമ്മുടെ ഉള്ളിലേക്ക് തിരിച്ചു വരും, നമ്മുടെ ആ സ്മരണ വരുന്നു. അതാണ് അർജുനൻ പറയുന്നത്, നഷ്ടോ മോഹ സ്മൃതിർ ലബ്ധ്വ. ആ സ്മൃതി കിട്ടി കൃഷ്ണ, എനിക്ക് ആ സ്മൃതി കിട്ടിക്കഴിഞ്ഞു, എനിക്ക് ഓർമ്മ വന്നു, എൻ്റെ സ്വരൂപമാണ് ഓർമ്മ വരുന്നത്. അപ്പം നമ്മൾ മറന്നുപോയ ആ സ്വരൂപത്തിൻ്റെ ആ ഒരു മെമ്മറി നമ്മളിലേക്ക് തിരിച്ചു വരികയാണ്. അതാണ് ഈ ശാസ്ത്രങ്ങളുടെ
ഒക്കെ ഉദ്ദേശം. അപ്പോൾ യോഗവാസിഷ്ടം പറയാണ് വിചാരം, ആത്മവിചാരം ചെയ്യുക. ഈ മോക്ഷത്തിൻ്റെ കവാടങ്ങൾ പറയുന്നത് ശമം, വിചാരം, സന്തോഷം, സാധുസംഗമം. ഈ 4 മോക്ഷത്തിന് 4 കാവൽക്കാരാണ് പറയുന്നത്. ശമം എന്ന് പറഞ്ഞാൽ മനസ്സിനുള്ള സംതൃപ്തി. എന്തു വന്നാലും ഭഗവാനാൽ നിറഞ്ഞിരിക്കുകയാണ് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത്. ഭഗവാന്റെ ഒരു വേഷമാണ് എന്ന് മാത്രം ഈശാവാസ്യമിതം സർവം എന്നുള്ള ആ ഒരു മഹാ ഉപനിഷത്ത് വാക്യം ഉറപ്പിച്ച് നമ്മളെ ബാലകൃഷ്ണൻ നായർ സർ പറയുന്നത് പോലെ വിചാരം ചെയ്തുറപ്പിച്ച് നമ്മൾക്ക് സന്തോഷം, മനസ്സിൽ ജീവിതത്തിൽ സന്തോഷം കൊണ്ടുവരിക. നമ്മൾ തന്നെ ഉണ്ടാക്കി കൊണ്ടുവരണം. ആരുടെ കിട്ടുന്നു വിചാരിക്കല്ലേ. ഇപ്പം മനസ്സിൽ ഇപ്പം നമ്മളിത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ 2-3 കാര്യങ്ങൾ ദുഃഖം ഉണ്ട്, അലട്ടിക്കൊണ്ടിരിക്കുന്നു, മനസ്സിലിങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. ഈ ജ്ഞാനം അവിടെയൊക്കെ അപ്ലൈ ചെയ്യൂ. അതെല്ലാം മാറും. ഒന്നും പെർമനൻ്റ് ആയിട്ടില്ല, ഒരു ദുഃഖവും ഇല്ല സ്ഥിരമായിട്ട്. ഈ ഓരോ നിമിഷവും നമുക്കൊരു ഓപ്പർച്യൂണിറ്റിയാണ്, അവസരമാണ് സന്തോഷത്തിലേക്ക് പോകുക. സന്തോഷം ശീലിച്ചേ പറ്റൂ. അതെങ്ങനെയാണ് ശീലിക്കുക? ഈ ഒരു സ്മരണയോടുകൂടി. ഇവിടെ ഒരു വസ്തു മാത്രമേ ഉള്ളൂവെങ്കിൽ ആരോട് ദേഷ്യപ്പെടാൻ, ആരോട് ദുഃഖിക്കാൻ? ഇതൊരു കളിയാണെന്ന് മനസ്സിലാക്കൂ. ദിസ് ഇസ് എ പ്ലേ. ഇതാണ് ലീല എന്ന് പറയുന്നത്. ലീലാവതാരം. നമ്മളിപ്പോൾ ആദ്യം ചൊല്ലും തുടക്കത്തിൽ തന്നെ ലീലാവതാരേ ഇതമിഹ കുരുതാം ആയുരാരോഗ്യ സൗഖ്യം. ലീലാവതാരങ്ങളാണ് എല്ലാം. ഇവിടെ എല്ലാം ഏറ്റവും മോശം എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ വരെ ലീലാവതാരം അല്ലാണ്ട് ആവാൻ പറ്റില്ല. ഇവിടെ ഒരു വസ്തുവേ ഉള്ളൂ. പിന്നെ എങ്ങനെയാ അത് ഒന്നും നല്ലതും ഒന്ന് ചീത്തയാവുക? അപ്പോൾ ഈ ഒരു ലെവലിൽ നമ്മൾ ജീവിതത്തിനെ കണ്ട് നമ്മളെ അങ്ങനെ ശീലിച്ചു വരുമ്പോൾ മനസ്സിനെ നമ്മൾ ഭാവന ചെയ്ത് പഠിപ്പിക്കുക. ഇവിടെ ഒന്ന് മാത്രമേ ഉള്ളൂ, എല്ലാം ഒരു വസ്തുവിൻ്റെ വേഷപ്രകടനങ്ങളാണെന്ന് ചിന്തിച്ച് രാഗദ്വേഷങ്ങളൊക്കെ മനസ്സപ്പോൾ വിട്ടു തുടങ്ങും. ഭേദചിന്ത, ഇയാൾ ഇങ്ങനെയാണ് എന്ന് വെച്ച് നമ്മുടെ പുറത്തുള്ള എക്സ്പ്രഷൻസിൽ കുറച്ച് മാറി നിൽക്കേണ്ട സ്ഥലത്ത് മാറി നിൽക്കാം. നമുക്ക് ചോയ്സസ്, നമുക്ക് പ്രിഫറൻസസ് ഒക്കെ ആവാം. ഉള്ളിൽ പക്ഷെ അത് എടുക്കരുത്. ഉള്ളിൽ നമ്മൾ ഈ പരമഹംസ യോഗാനന്ദയുടെ ബുക്കില്ലേ ഓട്ടോബയോഗ്രഫി ഓഫ് എ യോഗി, അതിലൊക്കെ വായിച്ചു കഴിഞ്ഞാൽ പല യോഗികളും ഭ്രാന്തന്മാരെ പോലെയൊക്കെ അഭിനയിച്ചിട്ടാണ് ജീവിക്കുന്നത്. എന്നിട്ടിങ്ങനെ കീറി പറഞ്ഞ വേഷവും വൃത്തിയും ഒന്നുമില്ലാതെ ആക്കിയിട്ട് ഒരു ഭ്രാന്തൻ്റെ ലുക്ക് വരുത്തിയിട്ട് എന്താ സമാധാനം ഉണ്ട്? ഒരു ഭ്രാന്തൻ്റെ അടുത്ത് നമ്മൾ എന്താ എക്സ്പെക്ട് ചെയ്യുക? ഒരു എക്സ്പെക്റ്റേഷനും ഇല്ല. സമൂഹത്തിൻ്റെ എക്സ്പെക്റ്റേഷൻസ് ഒന്നുമില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും? അങ്ങനത്തെ വേഷം ധരിച്ച് നായകളുടെ കൂടിയൊക്കെ ഭക്ഷണത്തിനൊക്കെ അടികൂടി അങ്ങനെയൊക്കെ കാണുകയാണ്. അപ്പം എന്തിനാണിത്? അത് എല്ലാം ഇങ്ങനെയുള്ള പല തരത്തിലും ആളുകളുണ്ട് ഇവിടെ ജീവിക്കുന്നു. സത്യം അറിഞ്ഞിട്ടും പലതരത്തിൽ ജീവിക്കുന്നു. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ രൂപത്തിൽ ജഡ്ജ് ചെയ്യാൻ പാടില്ല ഒരാളെങ്ങനെയാണ് ഒരാൾ അവരത്ര ആത്മീയതയിൽ ഇതിലൊന്നും എത്തിയിട്ടില്ല. കാരണം അവർ നല്ല ഭക്ഷണമൊക്കെ എൻജോയ് ചെയ്യുന്ന ആളാണ്. ഇങ്ങനെയൊക്കെ പറയുന്ന കേൾക്കാം ചിലപ്പോൾ. എന്തിനാത് എല്ലാം എൻജോയ്, സത്യം അറിഞ്ഞവരാണ് ഏറ്റവും കൂടുതൽ ലൈഫ് എൻജോയ് ചെയ്യുന്നത്. ഒന്നിനോടും വേണ്ടാന്ന് വെക്കുന്നില്ല, എല്ലാം ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ഇതിലേക്ക് നമ്മൾ ഉയരും. അപ്പം ഈ സത്യം ഇതാണ് എന്നുള്ളത് ചിന്തിച്ചുറപ്പിച്ച് നമ്മൾ ഈശാവാസ്യമിതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത്ത്. കണ്ണുകൊണ്ട് കാണുന്നതെല്ലാം ഭഗവാൻ, ശബ്ദം കേൾക്കുന്നതെല്ലാം ഭഗവാൻ, ഗന്ധങ്ങൾ മുഴുവൻ ഭഗവാൻ, നല്ല വാസന ദുർഗന്ധം ഒന്നുമില്ല, എല്ലാം ഭഗവാൻ. ദുർഗന്ധവും ഭഗവാൻ തന്നെ, രുചിക്കുന്നതെല്ലാം ഭഗവാൻ, സ്പർശനം എല്ലാ അനുഭവങ്ങളും ഭഗവാൻ. നല്ലത് ചീത്ത സ്പിരിച്വൽ ആയി കഴിഞ്ഞ ചില കാര്യങ്ങൾ പാടില്ല, ഒന്നുമില്ല, എല്ലാം ഭഗവാൻ. അപ്പൊ പിന്നെ ഇവിടെ എന്താ മാറ്റി നിർത്താനുള്ളത്? അങ്ങനെ അതാണ് യത്കിഞ്ച ജഗത്യാം ജഗത്ത്, ജഗത്തായി പ്രപഞ്ച അനുഭവങ്ങളായി കാണുന്നത് എല്ലാം ഭഗവാൻ എന്നാണ് നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ഭഗവാനെ മാത്രമേ ഇവിടെ ഉള്ളൂ. അങ്ങനെയുള്ള ആ അദ്വൈതമാകുന്ന ഭാവന ഉറപ്പിച്ച് മനസ്സ് സന്തോഷമായിട്ട് വെക്കുക. അപ്പോൾ എന്തുണ്ടാവും? സന്തോഷം എന്നുള്ള ആ ഒരു തത്വത്തിലേക്ക് നമുക്ക് തൃപ്തി, അങ്ങനെയാണ് തൃപ്തി എന്നുള്ള അനുഭവത്തിലേക്ക് നമ്മൾ എത്തുന്നത്. അപ്പം അത് നമുക്ക് അടുത്ത ദിവസം ചർച്ച ചെയ്യാം. അപ്പം ഇത് നല്ലൊരു ബേസ് ഫൗണ്ടേഷൻ ഉണ്ടെങ്കിൽ ഇന്നിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ അതിന് നല്ലോണം ചിന്തിച്ചുറപ്പിച്ച്
ഉറപ്പിച്ചു വെക്കുക. ഒരു പ്രാവശ്യം ഒന്നും നമുക്ക് ചിന്തിച്ചാൽ പോരാ. ഇത് ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഇങ്ങനെ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ നിരന്തര സ്മരണയ്ക്ക് നമുക്ക് ഹെൽപ്പ് ചെയ്യും എന്നുള്ള ആ ഒരു ഇതിൽ കേൾക്കുന്ന കാര്യങ്ങൾ അത് വീണ്ടും 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 കേട്ടോണ്ടിരിക്കുക. വാസിഷ്ഠാണ് വായിച്ചു വീണ്ടും 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 കാരണം എന്താണ്, ഇങ്ങനെ നമ്മൾ മറവിയിലാണ് നമ്മൾ കാര്യങ്ങളൊക്കെ ഈ ഭ്രമത്തിലുള്ള എല്ലാ സഫറിങ് ദുരിതങ്ങളും മറവിയിലാണ് പറ്റുന്നത്. അപ്പോൾ സ്മരണ അത് പിന്നെയും പിന്നെയും കേട്ട് പിന്നെയും പിന്നെയും ചിന്തിച്ചുറപ്പിച്ച് സന്തോഷമായിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് എത്താൻ പറ്റട്ടെ. എല്ലാ പ്രശ്നങ്ങളും ഈ ഒരു സന്തോഷം നമ്മുടെ ജീവിതത്തിൽ പരിശീലിച്ചിട്ട് കിട്ടുന്ന സന്തോഷമാണ്. അല്ലാണ്ട് വെറുതെ എന്തെങ്കിലും ഒരു വസ്തു കിട്ടിയിട്ടുള്ള സന്തോഷമല്ല, എക്സൈറ്റ്മെൻ്റ് അല്ല. ശാന്തിയോടുകൂടിയുള്ള ഒരു സന്തോഷം. ഇവിടെ ഒരേ ഒരു വസ്തു മാത്രമേ ഉള്ളൂ. എല്ലാ പ്രശ്നങ്ങളും എന്ന് നമ്മളെ മനസ്സ് കരുതുന്ന എല്ലാം അതിൻ്റെ കളികളാണ്. എല്ലാ സമയമാകുമ്പോൾ പോവും. ഇനി ജീവിതത്തിൽ സമാധാനത്തിലേക്ക് വരാൻ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യൂ. ഒന്നും നമ്മൾ പിന്നോട്ട് നിൽക്കുന്നില്ല. യുദ്ധം ചെയ്യാൻ വരെ അർജുന യുദ്ധം വരെ ചെയ്യൂ, പക്ഷേ മനസ്സിൽ ഉറപ്പിക്കുക ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ, ഭഗവാൻ മാത്രമേ ഉള്ളൂ എന്നുള്ളത് ഉറപ്പിച്ചും കൊണ്ടല്ലേ വിശ്വരൂപം കാണിച്ചു കൊടുത്ത. എന്തിനാണ് അത് കാണിച്ചു കൊടുക്കുക? എല്ലാം ഞാനാണ് എന്നുറപ്പിച്ചുകൊണ്ട് യുദ്ധം ചെയ്യൂ. നല്ലൊരു അല്ലേ, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ തരത്തിലുള്ള വേഷങ്ങൾ അഭിനയിക്കേണ്ടി വരും അല്ലേ? അപ്പം എല്ലാം കളിക്കുന്നതിന് ഒരു കുഴപ്പമില്ല. എല്ലാം നല്ലൊരു ലാളിത്യത്തോടുകൂടി ജീവിതത്തിനെ കാണാൻ പഠിക്കുക. സന്തോഷമായിട്ടിരിക്കുക എല്ലാവരും. ഓം ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവിർ ബ്രഹ്മാഗ്നോ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവ തേന ഗന്തവ്യം ബ്രഹ്മകർമ്മ സമാധിന. ഓം ശാന്തി ശാന്തി ശാന്തി.